ഈ ഹദീസ് എപ്പോഴാ പറയുന്നത് റസൂലുള്ള? മക്കത്തുനിന്ന് മദീനത്തേക്ക് സഹാബികൾ വീടും നാടൊക്കെ ഉപേക്ഷിച്ച് ഹിജറ പോയി. ജീവിതത്തിൽ ഏറ്റവും വലിയ ത്യാഗത്തിന്റെ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തിലുള്ള വെട്ടിപ്പിടിച്ച സകല സൗഭാഗ്യങ്ങളും മാറ്റിവെച്ച് അള്ളാന്റെ റസൂലിന്റെ ഇഷ്ടവും പടച്ച തമ്പുരാന്റെ ദീന് മുറുകെ പിടിക്കാനുള്ള താല്പര്യവും കൊണ്ട് നാടും വീടും വിട്ട് മദീനത്തേക്ക് കൂടുമാറിയ സഹാബികൾ ആ ഹിജറ ചെന്നോരെ നോക്കിയിട്ട് റസൂലിന്റെ ക്ലാസ് എടുക്കുക. എന്താ സംഗതി? ഈ പോയോരെ കൂട്ടത്തിൽ ഒരാൾ നെയ്യപ്പം തിന്നാ രണ്ട് കാര്യമുണ്ട് പറഞ്ഞ മാതിരി, രണ്ട് കാര്യമുണ്ട് പറഞ്ഞ മാതിരി അദ്ദേഹം എന്ത് വിചാരിച്ചു? മൂപ്പർക്ക് മദീനത്തുനിന്ന് ഒരു പ്രപ്പോസൽ വന്നിരുന്നു, ഉമ്മു കൈസറിന്റെ പെണ്ണിന്റെ ആലോചന. അപ്പൊ മൂപ്പര് വിചാരിച്ചു, ശരി ഹിജറ പോയപ്പോ സംഗതി ഹിജറയും നടക്കും, കല്യാണം സുഖമായിട്ട് അവിടുന്ന് നടത്തുകയും ചെയ്യാൻ. അപ്പൊ ഹിജറ എന്ന അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടിയുള്ള യാത്ര എന്ന ആ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യത്തിന്റെ കൂടെ ഭൗതികമായിട്ടുള്ള ചെറിയൊരു സംഗതി കൂടി മൂപ്പര് കൂട്ടി. ആ കൂട്ടിയ സഹാബിയുടെ മനസ്സിലേക്ക് കൊള്ളുന്ന വിധത്തിൽ റസൂലുള്ള പറയാണ്, എന്ത് ദാ പെണ്ണെട്ടാൻ വേണ്ടി വന്നവരാണെങ്കിൽ ഓൽക്ക് അതേ കിട്ടുള്ളൂ, വേറെ ആർക്കും ഒന്നും മനസ്സിലായില്ല. മൂപ്പർക്ക് മനസ്സിലായി ഇത് എനിക്കിട്ടുള്ള താങ്ങലാണ്. ആലോചിക്കണങ്ങള്, ഇത് എനിക്കിട്ടുള്ള താങ്ങലാണെന്ന് മൂപ്പർക്ക് മനസ്സിലായി. പിന്നെ മൂപ്പരൻ അത് ഫ്ലാഷാക്കി, ചങ്ങായിമാരെ റസൂലുള്ള എന്ന് പറഞ്ഞ എന്നെ പറ്റിയാണ് അല്ലേ? കുമ്പളങ്ങ കട്ടവന്റെ തലയിലതാ മുരി എന്ന് പറഞ്ഞപ്പോ അറിയാണ്ട കട്ടവൻ തടവി നോക്കിയാർന്ന മാതിരി അതിനെ പറ്റിയാ റസൂലുള്ള പറഞ്ഞത്. കാരണം ഞാൻ മദീനത്തേക്ക് ഹിജറ വരുമ്പോ ഈ ഹിജറ എന്നുള്ള പുണ്യം എനിക്ക് ഉദ്ദേശമുണ്ട്, അതോടൊപ്പം തന്നെ ഞാൻ ഒരു സംഗതിയും കൂടെ കരുതിയിരുന്നു. എന്ത്? ഈ ഉമ്മു കൈസിന്റെ കല്യാണം അത് മദീനത്തു നിന്നാണെങ്കിൽ വളരെ സന്തോഷമായിട്ട് നടക്കുമല്ലോ, അത് കരുതരുത് എന്നും മനസ്സിൽ നിന്നെങ്കിലും അത് എടുത്ത് കളയണമെന്നും റസൂൽ തന്നെ ഉപദേശിച്ചതാണ്. സഹാബികൾ പിന്നെ മൂപ്പര മുഹാജിർ ഉമ്മു കൈസ് എന്നാ വിളിക്കല്. ഉമ്മു കൈസിനെ കെട്ടാൻ വേണ്ടി ഹിജ്റ വന്ന ആള്. ആലോചിച്ച് നോക്കണങ്ങള്, അള്ളാന്റെ ഹബീബിന്റെ മനസ്സിൽ റസൂലുള്ളാന്റെ കണ്ണുകൊണ്ട് നോക്കിയാൽ മനുഷ്യന്റെ മനസ്സിലുള്ളത് എന്താണെന്ന് ഹബീബിന് കാണാൻ കഴിയുന്ന കണ്ണാണ് റസൂലുള്ളാന്റേത്. ആലോചിച്ച് നോക്കണം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കണ്ണങ്ങനെയാണ്. എന്നാ സാധാരണ മനുഷ്യന്റെ കണ്ണിന്റെ പ്രകൃതി അതാണെന്ന് തലച്ചോറുള്ള ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? പറയാൻ പറ്റില്ല, ഉറപ്പന്നെയാണ്. സാധാരണക്കാരന്റെ കണ്ണിന്റെ പരിധി അതല്ല, അവന്റെ പവർ അതല്ല. ഇന്ന് കൂടുതൽ സംഭവങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല, ഇഷ്ടം പോലെ സംഗതികൾ കാണാൻ സാധിക്കും നമുക്ക്. ഹദീസിന്റെ ഗ്രന്ഥങ്ങൾ പരിശോധിച്ചാൽ റസൂലുള്ളാഹിനെ കൊല്ലാൻ വേണ്ടി കടന്നു വരുന്ന ആളുകൾ, കൊല്ലാൻ വേണ്ടി നല്ല വിഷത്തിലൂട്ടിയ വാളുമായിട്ട് കടന്നു വന്നിട്ട് റസൂലുള്ളാഹിനെ കൊല്ലാൻ വേണ്ടി വന്നു. പക്ഷേ നബി തങ്ങളുടെ മുന്നിൽ നേരെ വന്ന് കൊല്ലാൻ പറ്റൂല, അതുകൊണ്ട് സന്ദർഭവും തക്കൊക്കെ നോക്കിയിട്ട് കൊല്ലണമെന്ന് വിചാരിച്ചു വന്ന ആള് അയാളെ സഹാബത്ത് പിടികൂടിയിട്ട് മുന്നിലേക്ക് എത്തിക്കുമ്പോ അള്ളാഹിന്റെ റസൂലിന്റെ അടുത്ത് വന്നിട്ട് മൂപ്പര് പറഞ്ഞു, ഞങ്ങളൊക്കെ വിവരങ്ങളെന്ന് അന്വേഷിക്കാൻ വേണ്ടി വന്നാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അങ്ങോട്ട് ചോദിക്കണം, അല്ല ഇന്നലെ മക്കത്തുള്ള ഒരു പ്രമാണിയായിട്ട് നിങ്ങളൊരു ഗൂഢാലോചന നടത്തിയിരുന്നല്ലോ, എന്നിട്ട് ഇന്നെ കൊന്നാല് ആ കൊന്നിട്ടതിന് ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റുകയാണെങ്കിൽ മക്കളെ കാര്യമൊക്കെ മൂപ്പരെ ഏറ്റെടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടല്ലോ. എന്താ തങ്ങൾ പറയണത്? ഞാൻ അങ്ങനൊന്നും ആലോചിച്ചിട്ടില്ല. അങ്ങനൊന്നും ആലോചിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളെ ഇപ്പൊ ഈ കൊണ്ടുവന്ന വാളില് സാധാരണ അറബികൾ ഉപയോഗിക്കുന്ന വാളിന്റെ പവറാണോ അതിനുള്ളത്? അതല്ല, അത് വിഷത്തിൽ ഊട്ടിയിട്ടുണ്ടോ? അള്ളാന്റെ റസൂല് ചോദിക്കുകയാണ്. നബി തങ്ങളെ കൊല്ലാൻ വേണ്ടി വന്ന ആള് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു അന്നക റസൂലുള്ളാഹ്. നബിയെ ഇഞ്ചിഞ്ചി ആലോചിക്കാനില്ല. കാരണം ഇത് ഞാനും ഈ ഗൂഢാലോചനയിൽ പങ്കെടുത്ത എന്റെ സുഹൃത്തും മാത്രമല്ലാതെ മൂന്നാമതൊരാൾ അറിഞ്ഞിട്ടില്ല. അപ്പൊ നിങ്ങൾക്ക് അള്ളാഹുവിൽ നിന്ന് സന്ദേശം വരുന്നുണ്ട് എന്ന് പറഞ്ഞത് സത്യമാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. ഇഞ്ഞു മക്കത്തേക്ക് എനിക്ക് തിരിച്ചു പോണ്ട, തങ്ങളെ കൂടെ നിൽക്കാൻ വരികയാണ് ഞാന്. എത്ര സംഭവങ്ങൾ ഇങ്ങനെ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ റസൂലുള്ളാന്റെ കണ്ണ് സാധാരണ പ്രകൃതിയുള്ള കണ്ണാണെന്ന് പറഞ്ഞ് ഫലിപ്പിക്കാൻ നമ്മുടെ ബിദ്അത്തിന്റെ കക്ഷികൾ ആരിൽ നിന്ന് അച്ചാരം വാങ്ങിയിട്ടാണ് ഈ വർത്താനം പറയുന്നത്? ആലോചിച്ച് നോക്കണം നമ്മൾ. നബിതങ്ങളുടെ കണ്ണിന് എന്റെ പവർ സാധാരണ പവറല്ല. റസൂലുള്ളാന്റെ കാത് സാധാരണക്കാരന്റെ കാതല്ല. മാമിൻ മുസല്ലിമിൻ യുസല്ലിമു അലയ്യ ഇല്ലാ റദ്ദല്ലാഹു അലയ്യ റൂഹി ഫഅറുദ്ദ അലൈഹിസ്സലാം, അല്ലെങ്കിൽ ഹത്താ അറുദ്ദ അലൈഹിസ്സലാം. അള്ളാന്റെ റസൂല് പറയാണ്, ആരെനിക്ക് സലാം പറഞ്ഞാലും ലോകത്തിന്റെ ഏത് ഭാഗത്തെന്ന് പറഞ്ഞാലും ആ സലാം അപ്പൊ തന്നെ കേട്ടിട്ട് ഞാൻ അതിന് സലാം മടക്കും. ഹബീബ് റസൂല പറയാ, സാധാരണക്കാരന്റെ കാതിന് ഇങ്ങനത്തെ വല്ല അവസ്ഥയുണ്ടെങ്കിൽ ഈ മൊബൈൽ കമ്പനിയൊക്കെ എന്നേ പൂട്ടിപ്പോയേനെ അല്ലേ, എന്നോ പൂട്ടിപ്പോയേനെ. കാരണം എന്താ, ഇവിടുന്നാണ് വിളിച്ചാൽ മതിയല്ലോ, ഗൾഫിലുള്ള കുഞ്ഞാപ്പോ ജി എവിടെ നിൽക്കുന്നത്, എന്തൊക്കെയാ വർത്താനം? അപ്പൊ അവിടെ നിന്ന് ഒന്നുമില്ല, ഒക്കെ സുഖാണ്, ഞാൻ അതാ നാളെ ആയിട്ട് വരികയാണ് അല്ലേ, വിഷയം തീർന്നു.
ഇതിപ്പോ നമ്മുടെ നാട്ടിൽ എന്തൊക്കെ കൂടെ കുഴപ്പങ്ങളാ നടക്കണത്. അവിടെ ടവർ വെക്കാൻ പറ്റൂന്നും പറ്റൂല. അങ്ങനെ ടവർ വെച്ചിന് കലഹം, വെക്കാത്തിന് കലഹം. എന്താ, ആ മൊബൈൽ കമ്പനിക്ക് ആ ഭാഗത്തേക്ക് റേഞ്ച് കിട്ടണമെങ്കിൽ അവിടെ ടവർ വെച്ചേ പറ്റൂ. ടവർ വെച്ചാൽ ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ പറഞ്ഞിട്ട് അവിടെയുള്ള ആളുകൾ മൊത്തം കുഴപ്പമുണ്ടാക്കണം. അങ്ങനത്തെ ഇടങ്ങേറൊന്നും ഉണ്ടാവില്ലല്ലോ. സാധാരണക്കാരന്റെ കാതിന് എവിടുന്നും വിളിച്ചാൽ കേൾക്കണ അവസ്ഥ ഉണ്ടെങ്കിൽ അപ്പൊ അതില്ല. ഹബീബ് റസൂലുള്ളാഹിന്റെ കാതിന്റെ മഹത്വമാണത്. അതേപോലെ അള്ളാഹു ആദരിച്ചവരുടെ കാതിന്റെ മഹത്വമാണത്. അതാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നഹാവന്തിലേക്ക് സാരിയ റളിയല്ലാഹു അൻഹു എന്ന യുദ്ധത്തിന്റെ കമാൻഡറെ വിളിച്ചിട്ട് അതാ പർവ്വതത്തിന്റെ ഭാഗത്തേക്ക് സൈന്യത്തെ വിന്യസിക്കണമെന്ന് മദീനയിൽ നിന്ന് വിളിച്ചു പറയുമ്പോൾ അവിടെയുള്ള സാരി അത് കേൾക്കുന്നതും അതിനാവശ്യമായ ക്രമീകരണങ്ങൾ നടത്തുന്നതും യുദ്ധത്തിൽ വിജയം വരിക്കുന്നതും അതന്നെയാണ്. വല്ല നിലത്തിന്നും എന്നെ വിളിപ്പോർക്ക് വായുകൂടാ ഉത്തരം ചെയ്യും ഞാൻ എന്നോ പറഞ്ഞ് ഔസുലാലം പറഞ്ഞതും. ഇസ്ലാം പഠിച്ചാൽ അതിലൊന്നും കുഴപ്പമില്ല. അതല്ലേ ബഹുമാനപ്പെട്ട പതി അബ്ദുൽ ഖാദർ മുസ്ലിയാർ അല്ലാഹു തആല അവിടുത്തെ ദർജ വർദ്ധിപ്പിക്കുമാറാവട്ടെ. നെടിയിരുപ്പിൽ വെച്ച് ഇപ്പൊ അടുത്ത ദിവസം ഞാൻ അതിന്റെ തൊട്ട സ്ഥലത്ത് പ്രസംഗിക്കാൻ പോയപ്പോ ആ സംഭവമൊക്കെ നേരിട്ട് കണ്ടൊരു വയസ്സായ ആളെ എനിക്ക് പരിചയപ്പെടാൻ സാധിച്ചു. വല്ലാത്ത സന്തോഷം തോന്നി. നെടിയിരുപ്പ് പറഞ്ഞ സ്ഥലത്ത് ഇടവണ്ണ അലവി മൗലവിയായിട്ട് മൊഹീദ്ദീൻ മാലയിൽ ശിർക്ക് ഇല്ലാന്നും പിന്നെ പതി അബ്ദുൽ ഖാദർ മുസ്ലിയാരും ഉണ്ടെന്ന് ഇവരും വാദിച്ചിട്ട് അവസാനം സംവാദം നടക്കുകയാണ്. അങ്ങനെ ഓരോ വരി പാടിയിട്ട് അലവി മൗലവി പറയും, എന്ത് ആ വരിയിൽ ഇങ്ങനെ കുഴപ്പങ്ങളുണ്ട്, ഇതൊക്കെ തൗഹീദിനെതിരാണ്. അത് ശരിക്കും അർത്ഥം വെച്ചു കൊടുക്കും പതി ഉസ്താദ് അർത്ഥം വെച്ചു കൊടുത്ത അഞ്ഞുവല്ലവും പറയാണ്ടോ ചോദിച്ചാൽ ഒന്നും പറയണ്ടാവില്ല. അവസാനം കുറെ വിശദീകരിച്ചതിന് ശേഷം ആ പുരുഷാരത്തെ നോക്കിയിട്ട് ഈ പതി ഇടവണ്ണക്ക് പറയേണ്ടി വന്നു, അലവി മൗലവിക്ക് പറയേണ്ടി വന്നു. മുസ്ലിയാർ പറഞ്ഞതുപോലെയാണ് മുഹീദ്ദീൻ മാലയുടെ അർത്ഥമെങ്കിൽ അതിൽ ശിർക്കില്ല. ആലോചിച്ച് നോക്കണം. അപ്പൊ പിന്നെ ആര് പറഞ്ഞ പോലെ അർത്ഥം വെച്ചിട്ട് അപ്പൊ കുഴപ്പമുണ്ടായത്? നമ്മൾ എന്തെങ്കിലും തോന്നിയത് പറയാ, എന്നിട്ട് അങ്ങനെ അർത്ഥം വെക്കുക, എന്നിട്ട് കുഴപ്പമുണ്ടാക്കിയതല്ലേ. അതുകൊണ്ട് ഈ അനാവശ്യമായ സകല വിവാദങ്ങളിൽ നിന്നും അഹ്ലുസുന്നയുടെ പുറത്തുള്ള കക്ഷികൾ മാറണം. കാരണം നിങ്ങൾ ഇസ്ലാമിന്റെ ഒരു വിഷയവും മട്ടത്തിന് പഠിക്കാതെയാണ് മുസ്ലിമീങ്ങളെ ആക്ഷേപിക്കാൻ ഇറങ്ങിയിട്ടുള്ളത്. റസൂലുള്ളാഹിനെ നിങ്ങൾ അങ്ങനെ തന്നെ വിലയിരുത്തിയിട്ടുള്ളത്. റസൂലുള്ളാഹിനെ എങ്ങനെ താഴ്ത്താൻ തയ്യാറായ പിന്നെ ബാക്കിയുള്ള കാര്യം പറയാണ്ടോ. ഞങ്ങളുടെ നാട്ടിലുണ്ട് അമ്പംകുന്ന് വീരാനൗലി പറഞ്ഞൊരു മഹാൻ. അപ്പൊ മൂപ്പരെ അടുത്തുള്ള പള്ളി, ആ പള്ളി ഇങ്ങനെ കാര്യങ്ങളൊക്കെ നോക്കി നടക്കണം. നേരത്തെ അവിടെ ഒരു കാടയിന്ന് വല്ലാതെ ആൾക്കാരൊന്നും ചെല്ലില്ല, മുക്രി മാത്രമേ കാര്യമായിട്ട് എപ്പോഴും ഉണ്ടാകുക. അപ്പൊ മുക്രിയാണ് മരിച്ചു. അപ്പൊ തീരെ പള്ളികൾക്ക് പടച്ചോനെ പേടിച്ച് പോകാത്ത ഒരാളുണ്ട് നാട്ടില്. അയാൾ ചായപ്പൊടി എന്നിട്ട് പറയാണ്, അമ്പംകുന്ന് പള്ളി പരിപാലിക്കണ ആ മൊല്ലാക്കാരന്റെ റൂഹന്നെ പിടിച്ച അസ്രായേലിന് ഇനിയിപ്പോ പള്ളിക്ക് തന്നെ കയറാത്ത ഞാൻ അധികം വലിപ്പേറുമെന്ന്. ശരിയല്ലേ എന്ന് വെച്ചാൽ മാതിരി അള്ളാന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തന്നെ കൊച്ചാക്കാൻ ശ്രമിക്കണവർക്ക് പിന്നെന്താ ഗൗസുൽ-ആലം, പിന്നെന്താ മറ്റൗലിയാക്കള്, പിന്നെ ഇത് മഹാന്മാര്. അതുകൊണ്ട് തന്നെ അവര് മമ്പുറം തങ്ങൾ ഒരു വിഗ്രഹം. മമ്പുറം തങ്ങളെ സംബന്ധിച്ച് പരസ്യമായിട്ടൊരു മുജാഹിദ് മൗലവി പ്രസംഗിക്കാണ്, മമ്പുറം തങ്ങൾ ഒരു വിഗ്രഹം. വേറെ മൗലവി പ്രസംഗിക്കണം എന്താ, ഗുരുവായൂരിൽ ഇരുത്തിയ ബിംബം, അതേപോലെ തന്നെ ഏർവാടിയിലും നാഗൂരിലും ഒക്കെ കിടത്തിയ ബിംബം. ഇതല്ലാത്ത വ്യത്യാസമല്ല. അറിയണം നമ്മൾ, അള്ളാഹുവിന്റെ ഹബീബിനെ കൊച്ചാക്കാൻ ശ്രമിക്കുന്ന ഈ ആളുകൾ വാസ്തവത്തിൽ വിശുദ്ധ ഇസ്ലാമിന്റെ നാശത്തിന് നാന്ദി കുറിക്കാൻ എവിടെ നിന്നോ അച്ചാരം വാങ്ങിയവരാണെന്ന വസ്തുത ഗൗരവതരമായി നമ്മൾ ആലോചിക്കണം. ബിദ്അത്തിന്റെ ആളുകളോട് ഒരിക്കലും തന്നെ മനസ്സിന്റെ ഉള്ളിൽ നമുക്ക് മമത വന്നുകൂടാ. ഹബീബിനോട് ഇഷ്ടമുള്ളത് കൊണ്ടാണ് ഈ പറയുന്നത്. ഹബീബിനോട് ഇഷ്ടമുള്ള ആളുകൾക്ക് ഹബീബിനെ തരം താഴ്ത്തുന്നത് സഹിക്കാനാവില്ല, അത് ക്ഷമിക്കാനാവില്ല. നോക്ക് നിങ്ങൾ, ഹബീബിനോടുള്ള ബഹുമാനത്തിന്റെ കുറവിന്റെ ഒരംശം എവിടെയെങ്കിലും വന്നാൽ അതിനെതിരെ അതിശക്തമായ ഇടപെടൽ നടത്തുന്നവരല്ലേ സഹാബികൾ. നിങ്ങൾക്കറിയില്ലേ, ബഹുമാനപ്പെട്ട റസൂലുള്ള സദസ്സിലേക്ക് ഇങ്ങനെ കയറി വരുമ്പോ ഒക്കെ സഹാബികൾ എഴുന്നേറ്റ് നിൽക്കും. അപ്പൊ എഴുന്നേറ്റ് നിൽക്കുമ്പോ സഹാബികളോട് ഇഷ്ടമുള്ളതുകൊണ്ട് മൂമിനീങ്ങളോടൊക്കെ റസൂലുള്ളാഹിക്ക് വലിയ ഇഷ്ടല്ലേ, മനുഷ്യന്മാരോട് തന്നെ തങ്ങൾക്ക് വലിയ ഇഷ്ടല്ലേ, റഊഫ് എന്നല്ലേ അല്ലാഹു തആല റസൂലുള്ളാഹിനെ പരിചയപ്പെടുത്തിയത്. വല്ലാത്ത സ്നേഹമുള്ള ആള്. ആ സ്നേഹമുള്ള ആള് റസൂലുള്ള സദസ്സിലേക്ക് തന്നെ വരുമ്പോ ഒക്കെ സഹാബികൾ എഴുന്നേറ്റ് നിൽക്കുമ്പോ തങ്ങൾക്കൊരു വിഷമം. ഞാൻ അങ്ങനെ ഇടക്കിടക്ക് വരുമ്പോ ഒക്കെ വരും നീച്ചിക്കുമ്പോ അതിപ്പോ ഒരു വിഷമല്ലേ, ഓൽക്കൊരു ബുദ്ധിമുട്ടാവൂലേ. അങ്ങനെ റസൂലുള്ള പറഞ്ഞു, ഞാൻ വരുമ്പോ നിങ്ങൾ നീച്ചിക്കരുത്, ഞാൻ വരുമ്പോ നിങ്ങൾ നീച്ചു നിൽക്കരുത് എന്ന് പറഞ്ഞു. എഴുന്നേറ്റ് നിൽക്കരുത് എന്ന് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞപ്പോ പിന്നെ തങ്ങൾ വന്നപ്പോ സഹാബികൾ രണ്ട് ഗ്രൂപ്പായി. കുറച്ചാൾക്കാർ നിൽക്കണ്, കുറച്ചാൾക്കാർ ഇരിക്കണ്. ഇരിക്കുന്ന ആൾക്കാർ ഞാൻ എന്താ, അള്ളാഹിന്റെ റസൂല് നിൽക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, പിന്നെ എങ്ങനെ നമ്മൾ നിൽക്കുക, മനസ്സിലായില്ലേ? അതുകൊണ്ട് അവരിരുന്നതാണ്, റസൂല പറഞ്ഞു കേട്ടതാണ്. പക്ഷേ റസൂലുള്ളാഹിന്റെ ആസ്ഥാന കവി ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു അതാ പറയുന്നു, ഖിയാമി ലിൽ അസീസി അലയ്യ ഫർളുൻ
വതർക്കുൽ ഫർളി മാ ഹുവ മുസ്തഖീമു അജിബ്തു ലിമൻ ലഹു അഖ്ലുൻ വഫഹ്മു യറാ ഹാദൽ ജമാല വലാ യഖൂമു. നോക്കൂ നിങ്ങൾ, അതാ ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, ഖിയാമീലിൽ അസീസി അലയ്യ ഫർളുൻ, എന്റെ ഏറ്റവും യോഗ്യനായ നേതാവ് കടന്നു വരുമ്പോ എഴുന്നേറ്റ് നിൽക്കൽ എനിക്ക് നിർബന്ധാണ്. വതർക്കുൽ ഫർളി മാ ഹുവ മുസ്തഖീമു, ഫർളായ സംഗതികൾ ഒഴിവാക്കാൻ പാടില്ല. എന്നിട്ട് ഈ ഇരിക്കുന്ന ആളുകളെ ചൂണ്ടിയിട്ട് മഹാൻ പറയുന്നു, അജീബുതു ലിമൻ ലഹു അഖ്ലും ഫഹ്മു, അത്യാവശ്യം ബോധം അന്തൊക്കെ ഉണ്ട് നമ്മൾ വിചാരിച്ച ആൾക്കാരെ കാര്യത്തിൽ നമുക്ക് അത്ഭുതം തോന്നുന്നു. യറാ ഹാദൽ ജമാല വലാ യഖൂമു, ഈ സൗന്ദര്യത്തെ അങ്ങനെ തന്നെ കണ്ടിട്ട് എഴുന്നേൽക്കാതെ എങ്ങനെയാണ് അവർക്ക് ഇരിപ്പുറച്ചത്? ആലോചിച്ച് നോക്കണം നിങ്ങൾ. അള്ളാന്റെ റസൂൽ എഴുന്നേൽക്കരുത് എന്ന് പറഞ്ഞു തന്നെയാണ്. പക്ഷേ ചില കൽപ്പനകൾ പാലിക്കേണ്ടതല്ല. എന്തേ സംഗതികൾ കണ്ടില്ലേ? വഫാത്തിന്റെ രോഗത്തിൽ റസൂലുള്ള കടക്കുമ്പോ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനെ ഇമാമാക്കി നിശ്ചയിച്ചു. സിദ്ദീഖുൽ അക്ബർ നിസ്കാരത്തിന് നേതൃത്വം നൽകി. ഒരു ദിവസം നിസ്കാരത്തിന്റെ സമയത്ത് നിസ്കാരം തുടങ്ങിയപ്പോ ബഹുമാനപ്പെട്ട ഹബീബിന് കുറച്ച് രോഗത്തിന് ശമനമുണ്ട്, ആശ്വാസമുണ്ടെന്ന് തോന്നി. എന്നാ പിന്നെ ജമാഅത്തിൽ കൂടാമെന്ന നിലക്ക് ബഹുമാനപ്പെട്ട റസൂലുള്ള റൂമിൽ നിന്ന് വിരിമാറ്റി പള്ളിയിലേക്ക് ഇങ്ങനെ കടക്കാൻ നോക്കുന്ന രംഗം ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബറിന് മനസ്സിലായപ്പോ റസൂലുള്ള പറഞ്ഞു, ഈ അവിടെ തന്നെ നിന്നോ, ഇമാമത്ത് നിന്ന് നേതൃത്വം കൊടുത്തോ എന്നിങ്ങനെ ആംഗ്യം കാണിച്ചു. ഞാൻ പിന്നിൽ നിസ്കരിച്ചോളാം എന്നുള്ള രൂപത്തിൽ ആംഗ്യം കാണിച്ചു. പക്ഷേ അള്ളാഹിന്റെ റസൂലിന്റെ ആജ്ഞ സ്വീകരിക്കാതെ നബി തങ്ങളെ 100% അംഗീകരിച്ച് സിദ്ദീഖ് എന്ന സ്ഥാനം കിട്ടിയ അബൂബക്കർ ഇബ്നു ഖുഹാഫ അതാ പുറകിലേക്ക് മാറി. ആ പുറകിലേക്ക് മാറിയിട്ട് റസൂലുള്ള തന്നെ കഷ്ടപ്പെട്ട അന്നത്തെ നിസ്കാരത്തിന് നേതൃത്വം കൊടുത്തു. ആ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ഹബീബ് റസൂലുള്ള ചോദിച്ചു സിദ്ദീഖുൽ അക്ബറിനോട്, അല്ല സിദ്ദീഖേ, നിസ്കാരത്തിൽ നിന്ന് നീ പുറകോട്ട് നിൽക്കരുതെന്ന് ഞാൻ നിന്നോട് പറഞ്ഞിട്ട് എന്തേ നീ ആ കൽപ്പന പാലിക്കാതിരുന്നത്? ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബറിന്റെ ഉത്തരം വളരെ സിമ്പിളാണ്. എന്താ സിദ്ദീഖിന്റെ ഉത്തരം? ഹബീബായ റസൂലുള്ളാഹിന്റെ മുമ്പിൽ നിൽക്കാനുള്ള യോഗ്യത ഈ അബൂ ഖുഹാഫന്റെ മോനില്ല നബിയേ. ആലോചിച്ചോക്കണം, ഇവിടെ റസൂലുള്ള നിൽക്കാനാ പറഞ്ഞത്, സിദ്ദീഖ് നിൽക്കൂലാന്നാ പറയണത്. അവിടെ അത് ബഹുമാനക്കുറവല്ല, മറിച്ച് മുറാഅത്തുൽ ആദാബി ഔലാ മിനൽ അഹ്കാം. മഹാന്മാര് സർവാംഗീകൃത തത്വമായിട്ട് പഠിപ്പിച്ചിട്ടുള്ളതാണ്. മര്യാദ പാലിക്കുക എന്നത് നിയമങ്ങൾ നടപ്പാക്കുന്നതിനേക്കാളും ശ്രദ്ധയോടെ കാണേണ്ടതാണ്. നിങ്ങൾ കണ്ടോ സഹോദരന്മാരെ, ബഹുമാനപ്പെട്ട ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത്ര വലിയ ആദരവുള്ളവരാണ്. ഒരു മനുഷ്യനെ സ്നേഹിക്കാനുള്ള മാനദണ്ഡമായി നമ്മൾ കാണുന്നത് എന്തൊക്കെയാണ്? ഇപ്പൊ ചിലപ്പോൾ നമ്മൾ ഒരാളെ സ്നേഹിക്കാൻ മാനദണ്ഡമായിട്ട് കാണും. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഒരു മനുഷ്യനെ സ്നേഹിക്കാനുള്ള മാനദണ്ഡമായിട്ട് നമ്മൾ എന്തൊക്കെയാ കാണുക? ചിലപ്പോ നമ്മൾ കാണുക ഒരാളെക്ക് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഉപകാരങ്ങൾ, അല്ലേ? നമുക്കൊരാളെക്ക് ഉപകാരങ്ങൾ കിട്ടുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരാൾ നമ്മൾ അങ്ങോട്ട് സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പേരിൽ നാം ഒരാളെ അങ്ങോട്ട് സ്നേഹിക്കും. സ്നേഹം കൊടുക്കുക എന്നിട്ട് സ്നേഹം വാങ്ങുക എന്നാണ് തത്വം. കൊടുത്താലേ കിട്ടുള്ളൂ, കൊടുത്താൽ കൊല്ലത്തും കിട്ടും, അല്ലേ? കൊടുത്താലേ ഇത് കിട്ടുള്ളൂ. എനിക്ക് കിട്ടണം എന്ന് വിചാരിച്ചാൽ മാത്രം പോലെ കൊടുക്കണം. അള്ളാന്റെ റസൂൽ അത് ആവോളം കൊടുത്തിട്ടുണ്ട്, എല്ലാ വിഭാഗത്തിനും കൊടുത്തിട്ടുണ്ട് റസൂലുള്ള സ്നേഹം. നമുക്ക് നബിതങ്ങളെ കൊണ്ടുള്ള ഉപകാരം എല്ലായിടത്തും കിട്ടിയിട്ടുണ്ട്, അല്ലേ? നബിതങ്ങൾ ഈ ഭൂമിയിലേക്ക് വരുന്നതിന് മുമ്പേ ഉള്ളവർക്കും കിട്ടിയിട്ടുണ്ട്. അതാ നേരത്തെ ഉദ്ഘാടന പ്രസംഗത്തിൽ സൂചിപ്പിച്ചില്ലേ, ഒമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ, ലോകത്തിന് മൊത്ത അനുഗ്രഹമാണ് റസൂലുള്ളാഹ് എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിൽ തങ്ങൾ വരുന്നതിന് മുമ്പ് ജീവിച്ചോലും വരുമ്പോ ജീവിച്ചോലും പിന്നീട് ജീവിക്കുന്നവരും അവർക്കൊക്കെയും എല്ലാ ഘട്ടങ്ങളിലും റസൂലുള്ളാഹിന്റെ അനുഗ്രഹം അത് 24 മണിക്കൂറും കിട്ടിക്കൊണ്ടിരിക്കണം. അപ്പൊ അങ്ങോട്ട് കിട്ടിയതിന്റെ പേരിൽ ഒരാളോട് നമുക്ക് ഇഷ്ടം തോന്നുക. അങ്ങനെ തോന്നുകയാണെങ്കിൽ നമുക്ക് തോന്നാറുണ്ടല്ലോ പലരോടും, അല്ലേ? നമ്മുടെ നാട്ടിലൊരു പാലുണ്ടാക്കി തന്നു ഒരാള്, അങ്ങനെ ഒരു പാലുണ്ടാക്കി തന്നാൽ, അല്ലെങ്കിൽ നമുക്കൊരു ഗൾഫിലേക്ക് ഒരു വിസ തന്നു, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു അനുഗ്രഹം നമുക്ക് തന്നു, ആ അനുഗ്രഹം തന്ന ആളോട് സ്നേഹവും ഇഷ്ടവും തോന്നാന്നുള്ളത് സ്വാഭാവികമാണ്. എങ്കിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം തോന്നാൻ ആ ഒരു അളവുകോല് വെച്ച് അളന്നാൽ തന്നെ അർഹൻ റസൂലുള്ളാഹിയാണ്. എന്താ കാരണം? നബി തങ്ങളുടെ ജീവിതത്തിലെ തങ്ങൾ ഈ ഭൂമിയിലേക്ക് ജനിക്കുന്നതിന് മുമ്പുള്ള ഘട്ടം, റസൂലുള്ള ഭൂമിയിൽ ജനിച്ചതിന് ശേഷം പ്രവാചകനാകുന്നതിന് മുമ്പുള്ള രണ്ടാമത്തെ ഘട്ടം, പ്രവാചകനായി 23 കൊല്ലക്കാലത്തെ സംഭവബഹുലമായ മൂന്നാമത്തെ ഘട്ടം, വഫാത്തിന് ശേഷം ഇനി പരലോക ജീവിതം തുടങ്ങുന്നത് വരെയുള്ള അല്ലെങ്കിൽ മഹ്ശറിലേക്ക് എത്തുന്നതിന്റെ വരെയുള്ള നാലാമത്തെ ഘട്ടം, മഹ്ശറിൽ വിചാരണ നേരിട്ട് സ്വർഗനരകത്തിലേക്ക് ആളുകളുടെ റിക്രൂട്ട്മെന്റ് നടക്കുന്നതിന്റെ മുമ്പുള്ള 5ാമത്തെ ഘട്ടം,
അള്ളാന്റെ റസൂലും അതേപോലെ കുറെ ആളുകളും സ്വർഗത്തിലും മറ്റു കുറെ ആളുകൾ നരകത്തിലും എത്തിപ്പെട്ടതിന് ശേഷമുള്ള അനന്തമായ ജീവിതത്തിന് സമാരംഭം കുറിക്കുന്ന 6ാമത്തെ ഘട്ടം. ഈ 6 ഘട്ടങ്ങളിലും അള്ളാഹുവിന്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് ലോകത്തിന് അനുഗ്രഹം കിട്ടിയിട്ടുണ്ട്. ഭൂമിയിലേക്ക് റസൂലുള്ള വരുന്നതിന് മുമ്പുള്ള ഘട്ടത്തിൽ റസൂലുള്ളാഹിനെ കൊണ്ട് ഒരുപാട് ആളുകൾക്ക് ഉപകാരം കിട്ടിയിട്ടുണ്ട്. ഉപകാരം കിട്ടിയതിന്റെ പേരിൽ ഒരാളെ സ്നേഹിക്കുന്നുവെങ്കിൽ ആ സ്നേഹിക്കപ്പെടാൻ ഏറ്റവും അർഹൻ ഹബീബ് റസൂലുള്ളയാണ്. നിങ്ങൾ കണ്ടില്ലേ, ബഹുമാനപ്പെട്ട, ഞാൻ കഥകളൊന്നും വിശദീകരിക്കുന്നില്ല, മഹാനായ ആദം നബി അലൈഹിസ്സലാം സ്വർഗത്തിൽ നിന്ന് പുറത്തു പോരുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രശ്നത്തിൽ ആദം നബി അലൈഹിസ്സലാം റബ്ബിനോട് നടത്തിയ പ്രാർത്ഥനാ വചനങ്ങളിൽ ഒന്ന് ഖുർആനിൽ പറയുന്നുണ്ട്, റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. മറ്റൊന്ന് ഹദീസിൽ റസൂലുള്ളാഹി വിശദീകരിക്കുന്നു, ഇമാം ഹാക്കിം റളിയല്ലാഹു അൻഹു തന്റെ മുസ്തദറക്കിൽ ഉദ്ധരിക്കുന്നു, സഹീഹായ സനദോടുകൂടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട എന്ന് ഗുഡ് സർട്ടിഫിക്കറ്റ് നൽകുന്നു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി പറഞ്ഞതായി ഉദ്ധരിക്കുന്നു, ആദം നബി അലൈഹിസ്സലാം സ്വർഗത്തിൽ നിന്ന് പുറത്തു പോരുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ ആ പ്രശ്നത്തിൽ ആ ഫയലൊന്ന് ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടി യജമാനനായ റബ്ബിനോട് ആദം നബി അലൈഹിസ്സലാം നടത്തിയ പ്രാർത്ഥനയുടെ ഒരു വാചകം നേരത്തെ ഖുർആൻ പറഞ്ഞതാണെങ്കിൽ മറ്റൊരു വാചകം യാ റബ്ബി ബിഹഖി മുഹമ്മദിൻ ലമാ ഗഫർതലി എന്നാണ്. പടച്ചവനെ, മുഹമ്മദ് നബിയുടെ മഹത്വം കൊണ്ട് എനിക്ക് നീ പുറത്തു തന്നേ പറ്റൂ എന്നാണ് ആദം നബി പറയുന്നത്. അപ്പൊ അന്ന് റസൂലുള്ള ഭൂമിയിലില്ല, അതേപോലെ ലോകത്ത് ജനിച്ചിട്ടില്ല. ജനിക്കുന്നതിന് മുമ്പ് ഹബീബ് റസൂലുള്ളാഹിനെ തവസ്സുലാക്കി ബഹുമാനപ്പെട്ട ആദം നബി അലൈഹിസ്സലാം റബ്ബിനോട് പറഞ്ഞു. ആദം നബി അലൈഹിസ്സലാം പറഞ്ഞ ആ സംഗതി അല്ലാഹു തആല അംഗീകരിച്ചു. ഖുർആൻ ഹദീസിൽ നമുക്ക് കാണാം, അല്ലാഹുവിനോട് ആദം നബി അലൈഹിസ്സലാം ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോ അല്ലാഹു ചോദിക്കുന്നു, കൈഫ അറഫ്ത മുഹമ്മദൻ, എങ്ങനെയാണ് ആദമേ നിങ്ങൾക്ക് മുഹമ്മദ് നബിയെ മനസ്സിലായത്? വലം മഖ്ലുഖുഹു, ഞാൻ ഇതുവരെയും മുഹമ്മദ് നബിയെ പടച്ചിട്ടില്ലല്ലോ. കണ്ടോ, അന്ന് ആദം നബി ഹവ്വാ ബീവി 2 മനുഷ്യന്മാരേ ഉള്ളൂ ലോകത്തെ. ആ സമയത്താണ് മുഹമ്മദ് നബിയുടെ മഹത്വം കൊണ്ട് പൊറുക്കണേ എന്ന് പറയുന്നത്. അപ്പോ ബഹുമാനപ്പെട്ട ആദം നബി അലൈഹി സ്വലാം പറഞ്ഞു, പടച്ചോനെ, നീ എനിക്ക് പ്രത്യേകമായി ജന്മം തന്നു, എനിക്ക് നീ പ്രത്യേകമായി ആത്മാവ് നൽകി, എനിക്ക് ചലനശേഷി കിട്ടിയപ്പോ റഫഅതു റഅസി, ഞാൻ എന്റെ തലയൊന്ന് പൊക്കി നോക്കി, ഫറഅയ്തു അലാ ഖവായിമിൽ അർശി മക്തൂബൻ ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. അപ്പ അർശിന്റെ തൂണില് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് എഴുതി വെച്ചത് ഞാൻ കണ്ടു. അത് കണ്ടപ്പോ ഫഅലിംതു, എനിക്ക് ഉറപ്പായിട്ടും മനസ്സിലായി, എന്ത്, അന്നകലം തുളിഫ് ഇലസ്മിക ഇല്ലാ അഹബ്ബൽ ഖൽഖി ഇലൈക്, പടച്ചവനെ, നിന്റെ പേരിനോട് ചേർത്തുകൊണ്ട് നീ ഒരാളുടെ പേരെഴുതുമ്പോ അതെന്റെ പേരല്ല, കാരണം ഞാൻ ഇന്ന് ജീവിച്ചിരിക്കുന്ന ആളാണ്, മറ്റൊരാളുടെ പേര് ഇന്ന് വരെ ഇല്ലാത്ത ഒരാളുടെ പേരാണ് നീ അവിടെ അർശിന്റെ തൂണിൽ എഴുതി വെച്ചത്, അത് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നാണെങ്കിൽ ആ മുഹമ്മദ് നബിയാണ് നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സൃഷ്ടിയെന്ന് എനിക്ക് മനസ്സിലായി. നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവരുടെ മഹത്വം കൊണ്ട് നിന്നോടൊരു കാര്യം ആവശ്യപ്പെട്ടാൽ അത് സ്വീകരിക്കപ്പെടാനുള്ള സാധ്യത കൂടുതലാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടത് കൊണ്ടാണ് ഞാൻ നിന്നോട് ഇങ്ങനെ പറഞ്ഞത്. കണ്ടോ, അത് ആദം നബി മനസ്സിലാക്കിയ തത്വമാണ്, അതന്നെ ഇപ്പൊ നമ്മൾ മനസ്സിലാക്കണ്. അതുകൊണ്ടാണ് ദണ്ഡം വബാവാ സൂരികൾ മറ്റുള്ള ദീനമടങ്കലും ബദരീങ്ങളെ ബറക്കത്തിനാൽ ശിഫയാക്കണേ യാ റബ്ബനാ. ഈമാനുള്ള മുഅ്മിനീങ്ങൾ പറഞ്ഞു, ബദരീങ്ങളെ ബറക്കത്തുകൊണ്ട്, കേട്ടോ, ബദരീങ്ങളെ ബറക്കത്തുകൊണ്ട്, മഹാന്മാരുടെ ബറക്കത്തുകൊണ്ട്. ഈ ശൈലി എവിടുന്ന് വന്നതാണ്? ഇത് മഹാനായ ആദം നബി അലൈഹി ഇസ്ലാം പ്രയോഗിച്ച ശൈലിയാണ്. ആ ശൈലി ആദം നബി പ്രയോഗിച്ചപ്പോ പടച്ചവനിലേക്ക് ഡയറക്റ്റ് ആയിട്ടുള്ള അറ്റംപ്റ്റ് മതി, ഇങ്ങനെ ഒരു കെയർ ഓഫിന്റെ ആവശ്യമില്ല എന്ന ഇന്നത്തെ ബിദഈകൾ കണ്ടെത്തിയ തത്വശാസ്ത്രം അത് ബഹുമാനപ്പെട്ട സഹാബത്തിനറിയില്ല, ബഹുമാനപ്പെട്ട ആദം നബി അലൈഹി ഇസ്ലാമിന് അറിയില്ല, ഒരു മഹാനും അറിയില്ല. അതുകൊണ്ട് തന്നെ അള്ളാഹുവിനോട് മുഹമ്മദ് നബിയുടെ മഹത്വം കൊണ്ടെന്ന് പറഞ്ഞപ്പോൾ അള്ളാഹു തആല അത് സ്വീകരിക്കുകയാണ് ചെയ്തത്. എന്നിട്ട് അള്ളാഹ് പറഞ്ഞു, ലൗലാഹു ലമാ ഖലഖ്തുക, ആദം നബിയെ, ഈ മുഹമ്മദ് നബിയെ പടക്കാൻ പ്ലാനില്ലായിരുന്നുവെങ്കിൽ നിങ്ങളെ തന്നെ ഞാൻ പടക്കുമായിരുന്നില്ല. നോക്കൂ നിങ്ങളപ്പോ, ഈ ഭൂമി
ഭൂമിയിലേക്ക് റസൂലുള്ള വരുന്നതിന് മുമ്പ് ജീവിച്ച ആദം നബി അലൈഹി ഇസ്ലാമിന് റസൂലുള്ളാഹിനെ കൊണ്ട് ഗുണം കിട്ടിയിട്ടുണ്ട്. ചരിത്രങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും, ബനൂ ഇസ്രായേലിൽ വർഷങ്ങളോളം കുറ്റങ്ങളുടെയും തെറ്റുകളുടെയും കൂത്തരങ്ങായ ലോകത്ത് ജീവിച്ചൊരു മനുഷ്യൻ, ആ മനുഷ്യനങ്ങ് മരിച്ചുപോയി. മരിച്ചപ്പോൾ മൂസ നബി അലൈഹി ഇസ്ലാമിന്റെ കാലമാണ്. ബനൂ ഇസ്രായേലിലാരും തന്നെ അയാളുടെ മയ്യത്ത് സംസ്കരിക്കാൻ മുന്നോട്ട് വരുന്നില്ല. കാരണം ഒരുപാട് കൊല്ലം ജീവിച്ചിട്ട് നന്മകളൊന്നും ആ മനുഷ്യൻ ചെയ്തിട്ടില്ല, തിന്മകളൊന്നും അയാൾ ചെയ്യാത്തതായിട്ട് അറിയുകയുമില്ല. അത്ര വൃത്തികെട്ട മനുഷ്യൻ മരിച്ചപ്പോ അയാളുടെ സംസ്കരണ പ്രക്രിയയിൽ പങ്കാളികളാവാൻ പോലും മനുഷ്യത്വത്തിന്റെ പേരിൽ നാട്ടിൽ ഒരു മനുഷ്യനും തയ്യാറാകാത്ത ഘട്ടം വന്നു. പക്ഷേ അല്ലാഹു തആല മൂസ നബി അലൈഹി ഇസ്ലാമിന് നിർദ്ദേശം കൊടുക്കുന്നു, ഓ മൂസാ നബിയേ, ആ മനുഷ്യന്റെ സംസ്കരണം അത് നിങ്ങൾ ഏറ്റെടുക്കണം, ആ മനുഷ്യന്റെ മയ്യത്ത് പരിപാലനം നിങ്ങൾ ഏറ്റെടുക്കണം എന്ന് പറഞ്ഞപ്പോ കലീമുല്ലാഹി മൂസ അലൈഹി ഇസ്ലാം പടച്ചവനോട് ചോദിച്ചു, അത് വേണോ എന്ന്. അല്ലേ, അത് വേണോ? ഈ നാട്ടിലെ സാധാരണക്കാരായ ആൾക്കാർ പോലും അയാളുടെ മയ്യത്തിന് നേരെ തിരിഞ്ഞു നോക്കാത്ത അവസ്ഥയിൽ നിന്റെ പ്രവാചകനായ ഞാനെങ്ങാനും അങ്ങോട്ട് പോയാ ബനൂ ഇസ്രായേലിന് പടച്ചോനെ ആ ജനങ്ങൾ ഇന്നെന്താ കാട്ടും, ഞാൻ ഇപ്പൊ എന്താ ചെയ്യണ്ടത്? ബഹുമാനപ്പെട്ട മൂസ നബി അലൈഹി ഇസ്ലാമിനോട് റബ്ബ് പറയുന്ന മറുപടി എന്താണ്? മൂസാ നബിയെ, നിങ്ങളുടെ ഇസ്രായേൽ മക്കൾ മനസ്സിലാക്കിയത് അയാളുടെ ജീവിതത്തിന്റെ ഒരു വശമാണ്, അതേസമയത്ത് ഞാൻ സ്വീകരിച്ചിരിക്കുന്നത് അയാളുടെ ജീവിതത്തിന്റെ മറ്റൊരു വശമാണ്. അതെന്താണെന്നറിയുമോ? അയാൾ എത്ര മോശക്കാരനാണെങ്കിലും, തെറ്റുകൾ ചെയ്തു മാത്രം ജീവിച്ചവനാണെങ്കിലും, ഇടക്കൊക്കെ അയാൾ തൗറാത്ത് എന്ന് പറയുന്ന നിങ്ങൾക്ക് അവതരിപ്പിക്കപ്പെട്ട എന്റെ കലാമ് അയാൾ പാരായണം ചെയ്യാറുണ്ട്. ആ തൗറാത്ത് പാരായണം ചെയ്യുന്ന സമയത്ത് അവസാന കാലത്ത് വരാനിരിക്കുന്ന എന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹിന്റെ പേര് ആ തൗറാത്തിൽ അയാൾ വായിക്കുന്ന സമയത്തൊക്കെ ഹബീബിന്റെ പേര് കാണുമ്പോൾ പടച്ചവനെ, വരാനിരിക്കുന്ന ഒരു നബിയുടെ മഹത്വം ഇത്ര വ്യക്തമായി ഞങ്ങളുടെ ഗ്രന്ഥത്തിൽ നീ അവതരിപ്പിക്കണമെങ്കിൽ ആ മഹാൻ നിന്റെ അടുത്ത് എത്ര വലിയ പവറുള്ളവരായിരിക്കുമെന്ന് മനസ്സിലാക്കി ബഹുമാനത്തിന്റെ ആധിക്യം കൊണ്ട് ആ വൃത്തികെട്ട സ്വഭാവങ്ങളൊക്കെയുള്ള മനുഷ്യൻ എന്റെ ഹബീബിന്റെ പേര് കാണുന്നിടത്ത് മുഖം വെച്ച് ചുംബിക്കാറുണ്ട്. ജീവിതത്തിൽ തെറ്റുകൾ മാത്രം ചെയ്ത് ജീവിക്കുന്നതിനിടക്കും അയാളുടെ ജീവിതത്തിൽ നിന്ന് ഞാൻ സ്വീകരിച്ച ഏറ്റവും പവറുള്ള ഒരമലാണ്, ഓ പ്രിയപ്പെട്ട മൂസാ നബിയെ, എന്റെ ഹബീബിന്റെ നാമത്തോട് അയാൾ കാണിച്ച ബഹുമാനമെന്ന് ബഹുമാനപ്പെട്ട മൂസ നബി അലൈഹി ഇസ്ലാമിനോട് അല്ലാഹു തആല വിശദീകരിച്ചപ്പോൾ ഇനിയൊന്നും ആലോചിക്കാനില്ല. ആ മൂസ നബി അലൈഹി ഇസ്ലാം അദ്ദേഹത്തിന്റെ മയ്യിത്ത് സംസ്കരണം നടത്തുക തന്നെ. നോക്കണം നിങ്ങൾ, ഭൂമിയിലേക്ക് റസൂലുള്ള വരുന്നതിന് മുമ്പ് തങ്ങളെ കൊണ്ട് ഉപകാരം കിട്ടിയ ആളുകളുടെ ലിസ്റ്റ് ഇങ്ങനെ പരിശോധിച്ചാൽ നമുക്ക് എത്രയാ കാണാൻ സാധിക്കുന്നത്. സമയദൈർഘ്യം ഭയന്ന് ഞാൻ ആ ഭാഗം തൽക്കാലം നിർത്തുന്നു. ഇനി നിങ്ങൾ നോക്ക്, ഖുർആനിൽ തന്നെ നിങ്ങൾക്ക് രേഖ വേണോ? ആ ഖുർആനിൽ തന്നെ നമുക്ക് കാണാമല്ലോ, വകാനൂ മിൻ ഖബ്ലു യസ്തഫ്തിഹൂന അലല്ലദീന കഫറൂ. അവിശ്വാസികൾക്കെതിരെ വേദം കിട്ടിയിട്ടുള്ള ആളുകൾ ഹബീബ് റസൂലുള്ളാഹിന്റെ മഹത്വം കൊണ്ട് റബ്ബേ ഞങ്ങളെ സഹായിക്കണമെന്ന് ദ്വാരക്കാറുണ്ട് റബ്ബിനോട്. അങ്ങനെ അവർക്ക് യുദ്ധങ്ങളിലൊക്കെയും വിജയം കിട്ടാറുണ്ട് എന്ന് പരിശുദ്ധ ഖുർആൻ തന്നെ വ്യക്തമായി രേഖപ്പെടുത്തുന്നു റസൂലുള്ള ഭൂമിയിലേക്ക് വരുന്നതിന് മുമ്പ്. ഇനി നിങ്ങൾ നോക്ക്, റസൂലുള്ളാഹിന്റെ ജീവിതത്തിലെ രണ്ടാമത്തെ ഘട്ടം അതെന്താ? നബി തങ്ങൾ ജനിച്ചു, പ്രവാചകനാകുന്നതിന്റെ മുമ്പുള്ള 40 കൊല്ലത്തെ ജീവിതം. ആ ജീവിതത്തിൽ റസൂലുള്ളാഹിനെ കൊണ്ട് ഉപകാരം എത്രയാ കിട്ടിയത് ലോകത്തിന് നിങ്ങൾ കണ്ടില്ലേ? ബഹുമാനപ്പെട്ട ഹലീമത്തു സഅദിയ്യ റളിയല്ലാഹു അൻഹാ ഹബീബ് റസൂലുള്ളാഹിനെ കുഞ്ഞുനാളിൽ മുലയൂട്ടാൻ ഭാഗ്യം കിട്ടിയ ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും സൗഭാഗ്യവതിയായ ഉമ്മയാണ്. അള്ളാഹിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട പോറ്റുമ്മയാകാൻ ഭാഗ്യം കിട്ടിയ ആ ഹലീമത്തു സഅദിയ്യ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് ഹബീബ് റസൂലുള്ള കുഞ്ഞായിരിക്കെ കടന്നു ചെല്ലുമ്പോൾ അതിനുവേണ്ടി തെരഞ്ഞെടുത്ത ഹലീമ ബീവിയുടെ വാഹനം വളരെ ദയനീയമായ അവസ്ഥയിൽ ക്ഷീണിച്ച അവശയായി മക്കയിലേക്ക് തായിഫിന്റെ പ്രാന്തപ്രദേശങ്ങളിൽ താമസിക്കുന്ന ബനൂ സഅദ് ഗോത്രത്തിൽ നിന്ന് കടന്നു വന്ന ഹലീമത്തു സഅദിയ്യ റളിയല്ലാഹു അൻഹാ അള്ളാഹിന്റെ റസൂലായി പിൽക്കാലത്ത് പ്രചാരം നേടാൻ പോകുന്ന ഈ അനുഗ്രഹീതനായ കുഞ്ഞിനെയും കൊണ്ട് ആ കഴുതപ്പുറത്തങ്ങോട്ട് കയറിയപ്പോൾ തന്നെ ഈ ലോകം മുഴുവനും കീഴടക്കിയ ത്രില്ലോടുകൂടി ആ കഴുത ഏറ്റവും വലിയ സ്പീഡിൽ അങ്ങോട്ട് സഞ്ചരിക്കാൻ
തുടങ്ങി. അത് സഞ്ചരിക്കുമ്പോ ഇങ്ങോട്ട് വരുമ്പോ ഹലീമ ബീവിയുടെ കഴുതയെ കാത്ത് നിന്ന് കഴുതയെ പഴിച്ച കൂട്ടുകാരികൾ പറയാൻ തുടങ്ങി, ഹലീമ നിന്റെ കഴുതക്ക് എന്താണ് ഇപ്പോഴൊരു നവോന്മേഷം കിട്ടിയത്? മറ്റൊന്നല്ല, കാരണം ഈ ലോകത്തിന്റെ അനുഗ്രഹത്തിന് മാത്രമായി അല്ലാഹു തആല പടച്ച ഹബീബ് റസൂലുള്ള തന്റെ പുറത്തങ്ങ് കേറിയപ്പോൾ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പുറത്ത് സ്വീകരിക്കാൻ ഭാഗ്യം കിട്ടിയ കഴുതക്ക് അത് ജീവിതത്തിലെ ഏറ്റവും വലിയ അംഗീകാരമായി, അത് ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷത്തിന്റെ അനർഘ നിമിഷങ്ങളായി അതിന്റെ മനസ്സിൽ കാത്തു സൂക്ഷിക്കാവുന്ന സംവിധാനമുണ്ടായി. അതിന് നവോന്മേഷം കൈവന്നു. ആ റസൂലുള്ളയാകുന്ന കുഞ്ഞ് ഹലീമ ബീവിയുടെ വീട്ടിലേക്ക് കയറി ചെന്നപ്പോ ആ വീട്ടിന്റെ പരിസരത്ത് ഉണങ്ങി നിൽക്കുന്ന മരങ്ങൾ പച്ചപിടിച്ചു. അതേപോലെ ഹലീമ ബീവിയുടെ മുലയിൽ പാലില്ലാതെ വിഷമിച്ച് നിന്നിരുന്ന അവസ്ഥയിൽ നിന്ന് മാറ്റം വന്നു. സമൃദ്ധമായി 2 മുലയിലും പാലുണ്ടാവാൻ തുടങ്ങി. ആ അകിടൊട്ടി നിൽക്കുന്ന ആടുകൾക്ക് സമൃദ്ധമായ അകിടിൽ പാലുണ്ടാവാൻ തുടങ്ങി. അങ്ങനെ തുടങ്ങി പട്ടിണി കൊണ്ട് നട്ടം തിരിഞ്ഞിരുന്ന ഹലീമ ബീവിയുടെ വീട്ടിലും അതേപോലെ ബനൂ സഅദ് ഗോത്രത്തിലും ഹബീബായ റസൂലുള്ളയായി പിൽക്കാലത്ത് പ്രചാരം നേടാൻ പോകുന്ന ഈ അനുഗ്രഹീതനായ കുഞ്ഞിന്റെ സാന്നിധ്യം കൊണ്ട് ഏറ്റവും വലിയ സന്തോഷത്തിന്റെ സാഹചര്യം, സമൃദ്ധിയുടെ സന്ദേശം കളിയാടുന്ന അവസ്ഥ അത് ലോകത്ത് അല്ലാഹു തആല സംജാതമാക്കി. ആ ഹബീബിനെ ആകാശത്തേക്ക് കാണിച്ചുകൊണ്ട് അതാ അബൂ താലിബും അബ്ദുൽ മുത്തലിബും ഒക്കെ ഹബീബ് റസൂലുള്ളാഹിന്റെ മഹത്വം കൊണ്ട് ഞങ്ങൾക്ക് മഴ വേണമെന്ന് ആവശ്യപ്പെട്ടാൽ അബൂ ഖുബൈസ് പർവ്വതത്തിന്റെ മുകളിൽ കയറി നിന്ന് അള്ളാഹുവിന്റെ റസൂലിന്റെ ഉപ്പാപ്പയായ അബ്ദുൽ മുത്തലിബ് എന്നവർ ഈ റസൂലുള്ളയാകുന്ന കുഞ്ഞിന്റെ മുഖം ആകാശത്തേക്ക് കാണിക്കുമ്പോ അതാ സമൃദ്ധമായി മഴ കിട്ടുന്നു. അതാണ് ബുഖാരി ഉദ്ധരിച്ച ഹദീസിൽ നമുക്ക് കാണാൻ പറ്റും. അത് സംബന്ധമായി അനുസ്മരിച്ചുകൊണ്ട് അബൂ താലിബ് പാടാറുണ്ട്, വഅബ്യളു യുസ്തസ്ഖൽ ഗമാമു ബിവജ്ഹിഹി സിമാലുൽ യതാമാ ഇസ്മതുൽ ലിൽ അറാമിലി. അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖം കൊണ്ട് മഴയെ തേടപ്പെടുന്ന ഏറ്റവും അനുഗ്രഹീതനായ വ്യക്തിത്വമാണ് റസൂലുള്ളാഹ്. അതന്നെയാണ് നാരിയത്തു സ്വലാത്ത് ചൊല്ലുന്ന സുന്നി പറഞ്ഞത്, വയുസ്തസ്ഖൽ ഗമാമു ബിവജ്ഹിഹിൽ കരീം. അവിടുത്തെ ബഹുമാനമുള്ള മുഖം കൊണ്ട് മഴയെ തേടപ്പെടും. ഇത് പക്ഷേ നബി തങ്ങളെ മനസ്സിലാക്കാത്ത വഹാബിക്ക് തിരിഞ്ഞില്ല. എന്നിട്ട് അവൻ പറഞ്ഞത് എന്താണ്? നാരിയത്തു സ്വലാത്ത് നരകത്തിലേക്കുള്ള സ്വലാത്താണ്. കാരണം മഴ തരുന്നത് അള്ളയാണ്, റസൂലുള്ളാഹിന്റെ മുഖം അതിന് കാരണമാണെന്ന് പറഞ്ഞാൽ അവിടെ ശിർക്ക് വരുന്നു എന്ന വൃത്തികേട് ഈ ലോകത്ത് പറയാൻ പറ്റാത്ത പദം ഹബീബ് റസൂലുള്ളാഹിന്റെ ചരിത്രം മനസ്സിലാക്കാതെ വഹാബി സുഹൃത്തുക്കൾ പ്രസംഗിക്കുമ്പോൾ എന്റെ സാധാരണക്കാരായ മുജാഹിദ് സുഹൃത്തുക്കൾ ആരെങ്കിലും എന്റെ പ്രഭാഷണം ശ്രദ്ധിക്കുന്നുവെങ്കിൽ നിങ്ങളോട് എനിക്ക് വെറുപ്പല്ല, മറിച്ച് നിങ്ങളോട് എനിക്ക് സഹതാപമാണ് തോന്നുന്നത്. നിങ്ങളുടെ പ്രഭാഷകന്മാരായ മൗലവിമാരുടെ വാചകങ്ങൾ അണ്ണാക്ക് തൊടാതെ വിഴുങ്ങിയിട്ട് ഹബീബ് റസൂലുള്ളാഹിനെ ശത്രുസ്ഥാനത്ത് നിർത്തല്ലേ. അള്ളാഹിന്റെ റസൂലിന്റെ മുഖം കൊണ്ട് മഴ തേടുമെന്ന് ബഹുമാനപ്പെട്ട സഹാബത്തിന്റെ വിശ്വാസമാണ്. നബി തങ്ങളുടെ വഫാത്തിന് ശേഷം മഴയില്ലാത്തൊരവസ്ഥ വന്നപ്പോ, വല്ലാതെ വെള്ളത്തിന് ബുദ്ധിമുട്ടുള്ള ഘട്ടം വന്നപ്പോ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ അടുത്ത് സഹാബികൾ ചെന്ന് കംപ്ലൈന്റ് പറയുമ്പോ അള്ളാഹിന്റെ റസൂലിന്റെ ഈ ഹുജറ ശരീഫിൽ നിന്ന് നബി തങ്ങൾ കിടക്കുന്ന ഈ ഖബറിന്റെ ഭാഗത്ത് നിന്ന് മേൽഭാഗത്തുള്ള മേൽക്കൂര മാറ്റി റസൂലുള്ളാഹിന്റെ ഖബറിന്റെയും ആകാശത്തിന്റെയും ഇടയിലുള്ള തടസ്സം മാറ്റിയിട്ട് ഈ ഖബറിന്റെ സാഹിബിന്റെ ബറക്കത്ത് കൊണ്ട് മഴ കിട്ടാൻ നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞപ്പോ സഹാബികൾ അത് ചെയ്യുമ്പോഴേക്ക് സമൃദ്ധമായി മഴ കിട്ടിയില്ലേ. അതുകൊണ്ട് തന്നെ ആ വർഷത്തിന് ആമുൽ ഫതക്ക് അഥവാ ഈ ബിൽഡിങ്ങിന്റെ മുകളിൽ ദ്വാരമുണ്ടാക്കിയ കൊല്ലമെന്നാണ് സഹാബത്തിന്റെ ഇടയിൽ അറിയപ്പെട്ടിരുന്നതെന്ന് വരെ ചരിത്രത്തിൽ രേഖപ്പെടുത്തുമ്പോൾ റസൂലുള്ളാഹിന്റെ മുഖം മഴ തേടപ്പെടാൻ പറ്റിയ സാധനമാണെന്ന് അള്ളാഹുവിന്റെ ഖുർആൻ കഴിഞ്ഞാൽ പിന്നെ ഈ ലോകത്തെ ഏറ്റവും സ്വീകാര്യതയുള്ള ഹദീസിന്റെ ഗ്രന്ഥമായ സഹീഹുൽ ബുഖാരിയിൽ നമുക്ക് കാണാൻ കഴിയുമ്പോൾ വയുസ്തസ്ഖൽ ഗമാമു ബിവജ്ഹിഹിൽ കരീം എന്ന് നാരിയത്തു സ്വലാത്തിലുള്ളത് നരകത്തിലേക്ക് പോകുന്ന ശിർക്കാണെന്ന് പറയുന്ന ആളുകൾ ഈ ലോകത്ത് കാണിക്കുന്ന അതിക്രമത്തിന്റെ അളവെത്രയാണെന്ന് വളരെ സ്നേഹത്തോടുകൂടെ ഞാൻ ഉണർത്തുകയാണ്. ചിന്തിക്കേണ്ടതാണ് നമ്മൾ, ആലോചിക്കേണ്ടതാണ് നമ്മൾ. ആഴത്തിൽ പഠിക്കാതെ തോന്നുന്നതൊക്കെ ശിർക്കാക്കിയിട്ടുള്ള ഈ വിളയാട്ടം അത് ഉമ്മത്തിന്റെ ഈമാൻ നശിപ്പിക്കുമെന്ന് മാത്രമല്ല നമ്മുടെ ആഖിറം തകരാറിലാക്കുമെന്ന ചിന്ത പ്രസംഗിക്കുന്ന മൗലവിമാർക്കില്ലെങ്കിലും കേട്ടിരിക്കുന്ന സാധാരണ മുജാഹിദുകളെ നിങ്ങൾക്കുണ്ടായേ പറ്റൂ എന്ന് ഒരു നസീഹത്ത് എന്ന നിലക്ക് ഓർമ്മപ്പെടുത്താൻ ഞാൻ ഈ സമയം
ഉപയോഗപ്പെടുത്തുന്നു. അപ്പൊ റസൂലുള്ള ജനിച്ച് പ്രവാചകനാകുന്നതിന്റെ മുമ്പുള്ള രണ്ടാമത്തെ ഘട്ടം, ആ രണ്ടാമത്തെ ഘട്ടത്തിലും എമ്പാടും അനുഗ്രഹം നബിതങ്ങളെ കൊണ്ട് ലോകത്തിന് കിട്ടിയിട്ടുണ്ട്. ഇനി നിങ്ങൾ നോക്ക്, പ്രവാചകനായതിനു ശേഷമുള്ള മൂന്നാമത്തെ ഘട്ടം, ആ ഘട്ടത്തിൽ ഹബീബിനെ കൊണ്ട് കിട്ടിയ ഉപകാരങ്ങൾക്ക് കണക്കുണ്ടോ? ഏത് വിധത്തിലുള്ള പ്രശ്നങ്ങൾ നമുക്കുണ്ടെങ്കിലും ആ പ്രശ്നങ്ങളുടെ ഒക്കെ പരിഹാരത്തിനുള്ള ആശാകേന്ദ്രമായി, ആ പ്രയാസങ്ങളൊക്കെ ഇറക്കി വെക്കാനുള്ള അത്താണിയായി, സകല ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങൾക്കും നിവാരണം കാണുന്ന ഏറ്റവും വലിയ ആശ്വാസത്തിന്റെ തുരുത്തായി ഹബീബ് റസൂലുള്ളാനെ നമുക്ക് ചരിത്രത്തിൽ കാണുന്നില്ലേ? എന്ത് പ്രയാസങ്ങൾ വന്നവരാണ് റസൂലുള്ളാനെ സമീപിക്കാത്തത്? റസൂലുള്ളാനെ അപ്രോച്ച് ചെയ്ത ഏത് പ്രശ്നമാണ് പരാജയപ്പെട്ടത്? ആലോചിച്ച് നോക്കൂ. ഞാൻ ആ ഭാഗത്തേക്ക് ചരിത്രങ്ങൾ ഇപ്പൊ കൂടുതൽ നീട്ടി പറയുന്നില്ല. ഒരു കാര്യം മാത്രം ഉദാഹരണത്തിന് സൂചിപ്പിക്കുന്നു. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വളരെ ശക്തമായി മറവിയുടെ ബുദ്ധിമുട്ടുകൊണ്ട് വിഷമിക്കുമ്പോ മെമ്മറി പവർ വർദ്ധിപ്പിച്ച് കിട്ടുന്നതിന് വേണ്ടി ഹബീബ് റസൂലുള്ളാനെ സമീപിക്കുന്നു. നബി തങ്ങൾ പറയുന്നു ഒരു മാർഗം. ആ മാർഗം എന്താണ്? തങ്ങളുടെ തട്ടം നിവർത്തി പിടിക്കാൻ. ആ തട്ടം നിവർത്തി പിടിച്ചു. അള്ളാന്റെ റസൂല് അന്തരീക്ഷത്തിൽ നിന്ന് അതിലേക്ക് എന്തോ കോരിയിടുന്നത് പോലെ കാണിച്ചു. എന്നിട്ട് മാറോട് ചേർത്ത് പിടിക്കാൻ പറഞ്ഞു. ചേർത്ത് പിടിച്ചു. പിന്നീട് അള്ളാന്റെ റസൂലിൽ നിന്ന് കേൾക്കുന്ന ഒറ്റ ഹദീസും അബൂ ഹുറൈറ മറന്നിട്ടില്ല. ഇമാം ബുഖാരി സഹീഹിൽ ഉദ്ധരിക്കുകയാണ്, ഇങ്ങനെ സാധാരണക്കാരന്റെ സാധാരണ സമീപനമല്ലാതെ അഥവാ അസാധാരണക്കാരിൽ നിന്നുണ്ടാകുന്ന അസാധാരണ സഹായത്തിന് വേണ്ടി തന്നെ ബഹുമാനപ്പെട്ട റസൂലുള്ളാനെ സഹാബത്ത് അപ്രോച്ച് ചെയ്തിട്ടുണ്ട്. അവിടെയൊക്കെ റസൂലുള്ള ഉമ്മത്തിന് അനുഗ്രഹം ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കണ്ട ഖുർആൻ തന്നെ പറയുന്നത് എന്താണ്? ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീന, വിശ്വാസികൾക്ക് അല്ലാഹു ഗുണം ചെയ്തിരിക്കുകയാണ്. ഇത് ബഅസ ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം, അവരിൽ നിന്നൊരു പ്രവാചകൻ അവരിലേക്ക് നിയോഗിച്ച സമയത്ത് ആ പ്രവാചകൻ ഇവിടെ നിർവഹിച്ച പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്താണ്? യത്ലു അലൈഹിം ആയാതിഹി, അല്ലാഹുവിന്റെ ഖുർആനിക സൂക്തങ്ങൾ ആ പ്രവാചകൻ അവർക്ക് ഓതി കേൾപ്പിച്ചു കൊടുക്കുന്നു. ഖുർആൻ ഓതിക്കൊടുക്കുക എന്ന ആ ബറക്കത്തുള്ള സംഗതി അത് റസൂലുള്ള നിർവഹിക്കുന്നു. വയുസക്കീഹിം, അവരുടെ ഹൃദയാന്തർഭാഗത്ത് അള്ളിപ്പിടിച്ച് നിൽക്കുന്ന സകലമാന തിന്മകളിൽ നിന്നും അവരുടെ മനസ്സിനെ സ്ഫുടം ചെയ്ത് സ്ഫടിക സമാനമാക്കി ശുദ്ധീകരിച്ച് സംസ്കരിച്ചെടുക്കുന്ന പ്രക്രിയ റസൂലുള്ള നടത്തുന്നു. വയുഅല്ലിമുഹും കിതാബ് വൽ ഹിക്മ, അതേപോലെ അവർക്ക് ഖുർആനും അതേപോലെ റസൂലുള്ളാഹിന്റെ സുന്നത്തും അവർക്ക് വേണ്ടതുപോലെ പഠിപ്പിച്ചു കൊടുക്കുന്നു. വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ, നേരത്തെ വ്യക്തമായ വഴികേടിലായിരുന്നു അവരുണ്ടായിരുന്നതെങ്കിലും അള്ളാഹിന്റെ റസൂലിന്റെ ഈ പ്രഖ്യാപനത്തോടുകൂടെ പ്രവർത്തനത്തോടുകൂടി വലിയ പുരോഗതിയിലേക്ക് അവരെത്തി. ഇത് ഖിയാമത്ത് നാൾ വരെ ജീവിക്കുന്ന നമുക്കൊക്കെ റസൂലുള്ളാഹിനെ കൊണ്ട് പടച്ച റബ്ബ് തന്ന ബെനിഫിറ്റ് ആണെങ്കിൽ അത് ആ പ്രവാചകനായി ജീവിച്ച കാലം റസൂലുള്ളാഹിനെ കൊണ്ട് കിട്ടിയ അനുഗ്രഹങ്ങളെ മറക്കാനാവില്ല. ഇനി നിങ്ങൾ നോക്ക്, ജീവിതത്തിന്റെ നാലാമത്തെ ഘട്ടം റസൂലുള്ളാഹിന്റെ അവിടുത്തെ വഫാത്തിന് ശേഷമുള്ള ഘട്ടം. ആ വഫാത്തിന് ശേഷമുള്ള നാലാമത്തെ ഘട്ടമാണ് ഇപ്പോഴൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഘട്ടത്തിൽ റസൂലുള്ളാഹിനെ കൊണ്ട് നമുക്ക് ഉപകാരം കിട്ടണില്ലേ? കിട്ടുന്നില്ല എന്നാണ് നമ്മുടെ നാട്ടിലെ ബിദഈകളൊക്കെ പറയുന്നത്. കാരണം മരിച്ചു കഴിഞ്ഞാൽ പിന്നെ കമ്മ്യൂണിക്കേഷൻ മുറിഞ്ഞു എന്നാണ് അവർ കണ്ടെത്തിയിട്ടുള്ളത്. ശുദ്ധ ബോഷ്കാണ് പറയുന്നത്. ഇസ്ലാമിന്റെ ഒരു തെളിവുകളോടും അത് യോജിക്കുന്നില്ല എന്ന് മാത്രമല്ല, ഖുർആനിൽ റബ്ബ് പറയുന്നത് എന്താണ്? വഖുൽ ഇഅ്മലൂ ഫസയറല്ലാഹു അമലക്കും വറസൂലുഹു വൽ മുഅ്മിനൂൻ. നബിയെ തങ്ങൾ മാലോകരെ അറിയിക്കണം. എന്ത്? ഇഅ്മലൂ, നിങ്ങൾ പ്രവർത്തിച്ചോളൂ. ഫസയറല്ലാഹു അമലക്കും വറസൂലു, അല്ലാഹു നിങ്ങളുടെ പ്രവർത്തനം കാണും, അവന്റെ റസൂലും നിങ്ങളുടെ പ്രവർത്തനം കാണും. വൽ മുഅ്മിനൂൻ, യഥാർത്ഥ വിശ്വാസികളും നിങ്ങളുടെ പ്രവർത്തനം കാണും. സൂറത്തു തൗബയിൽ അല്ലാഹു പഠിപ്പിക്കുകയാണ്. ഇവിടെ റസൂലുള്ള പ്രവർത്തനം കാണുമെന്ന് പറഞ്ഞാൽ മുമ്പിൽ വെച്ച് ചെയ്യുന്നത് കാണുമെന്നാണെങ്കിൽ അള്ളാന്റെ റസൂല് മാത്രമല്ലല്ലോ, കണ്ണുള്ളവരൊക്കെ മുന്നിൽ വെച്ച് ചെയ്യുന്നത് കാണില്ലേ? അപ്പൊ പിന്നെ റസൂലുള്ള ആ കാണുന്നത് ഒരു പ്രത്യേകതരമായിട്ടുള്ള കാഴ്ചയാണെന്ന് മനസ്സിലാക്കാൻ ഐസക് ന്യൂട്ടന്റെ ബുദ്ധിയൊന്നും ആവശ്യമില്ലെന്ന് മാത്രമേ വിനീതമായി എനിക്ക് അറിയിക്കാനുള്ളൂ. അതെങ്ങനെയാണ് റസൂലുള്ള കാണുന്നത്? ആ കാണുന്നത് കൊണ്ട് എന്താണ് ഗുണമെന്നൊക്കെ നബി തങ്ങൾ തന്നെ പഠിപ്പിക്കുന്നു. ഇമാം ബസ്സാർ ഉദ്ധരിക്കുന്ന ഹദീസ് സ്വഹീഹാണെന്ന് മഹാന്മാര് മുഴുവനും ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുള്ള ഹദീസ്. ആ ഹദീസിൽ നമുക്ക് കാണാം, ഹയാത്തി ഖൈറുൽ ലക്കും, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു എന്റെ ജീവിതം നിങ്ങൾക്ക് ഗുണമാണ്. വ മമാതി ഖൈറുൽ ലക്കും, എന്റെ വഫാത്തും നിങ്ങൾക്ക് ഗുണമാണ്. ജീവിതം റസൂലുള്ളാഹിന്റെ ഗുണമാണെന്ന് നമ്മൾ കണ്ടു. ഇനി വഫാത്തിന് ശേഷം അല്ലാഹുവിന്റെ റസൂൽ എങ്ങനെ നമുക്ക് ഗുണമാകും? നബി തങ്ങൾ വിശദീകരിക്കുന്നു, തുഅറദു അലയ്യ അഅ്മാലുക്കും, നിങ്ങളുടെ പ്രവർത്തനങ്ങൾ എനിക്ക് കാണിക്കപ്പെടും. ആ പ്രവർത്തനങ്ങൾ കാണുന്ന സമയത്ത് ഇദാ വജത്തു ഖൈറാ, നിങ്ങൾ വല്ല നന്മയും ചെയ്യുന്നത് കാണുമ്പോൾ ഹമിദുല്ലാഹ്, ഞാൻ അല്ലാഹുവിനെ സ്തുതിക്കും. വൈദാ
വജത്തു സൂഅൻ, നിങ്ങൾ വല്ല തിന്മയുമാണ് ചെയ്യുന്നതെങ്കിലോ ഇസ്തഗ്ഫർതു ലക്കും, നിങ്ങൾക്ക് വേണ്ടി ഞാൻ പൊറുക്കലിനെ തേടും. നോക്കുങ്ങൾ, വഫാത്തായി മദീന മുനവ്വറയിലെ ഹുജറ ഷരീഫിൽ കിടക്കുന്ന റസൂലുള്ള നമ്മളുമായി ബന്ധം മുറിഞ്ഞു കിടക്കുകയല്ല. നമ്മുടെ നാട്ടിലെ പുത്തൻവാദികൾ എന്താ പറഞ്ഞു? റസൂലുള്ളാഹിനെ വിളിച്ച് സഹായം തേടാൻ പാടില്ല, കാരണം ദൂരത്തേക്ക് വിളിച്ചാൽ കേൾക്കൂല, ദൂരത്തേക്ക് വിളിച്ചാൽ കേൾക്കൂല എന്ന് പറഞ്ഞിട്ട് പരിശുദ്ധ ഖുർആനിന്റെയും ഹദീസിന്റെയും വ്യക്തമായ ആശയങ്ങളെ നിരാകരിക്കുന്ന ഈ കമ്പനി അവരെന്തിനാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്? ആലോചിച്ച് നോക്കണം നമ്മള്. വെറുതെ അല്ല ഞാൻ ഈ കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത്. ഹബീബ് റസൂലുള്ള പറയാണ്, ഞാൻ മദീന വഫാത്തായിട്ട് ഖബർ കിടക്കുന്ന സമയത്ത് തുഅറദു അലയ്യ അഅ്മാലുക്കും, നിങ്ങളെ പ്രവർത്തനങ്ങൾ ഞാൻ കാണുന്നുണ്ട്. കാണാനുള്ള ഏർപ്പാട് റബ്ബ് ചെയ്തിട്ടുണ്ട്. അത് കാണുമ്പോ, നല്ലത് കാണുമ്പോ എനിക്ക് സന്തോഷാണ്. ചീത്ത കാണുമ്പോഴോ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പൊറുക്കലിനത്തോടും പടച്ചോനെ എന്റെ സാധുക്കളായ ഉമ്മത്ത് ഈ പുറത്തു കൊടുക്കണേ എന്ന് ഞാൻ അവർക്ക് നിങ്ങൾക്ക് വേണ്ടി പറയും. അപ്പോ വഫാത്തിന് ശേഷമുള്ള ജീവിതത്തിൽ ഹബീബ് റസൂലുള്ള നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു. നബിതങ്ങളെ കൊണ്ടുള്ള ഗുണം നമുക്ക് കിട്ടിക്കൊണ്ടേയിരിക്കുന്നു. അപ്പൊ ജീവിതത്തിന്റെ 4ാമത്തെ ഘട്ടത്തിൽ അള്ളാഹിന്റെ റസൂലിന്റെ ജീവിതം സംഭവബഹുലമാണ്. ഇനി 5ാമത്തെ ഘട്ടം ഏതാ? 5ാമത്തെ ഘട്ടം നമ്മളൊക്കെ ഇവിടുന്ന് മരിച്ചുപോയി. മഹ്ശർ മൈതാനിയിൽ എല്ലാവരും ഒരുമിച്ചുകൂടി. ഖബറാകുന്ന കല്ലറക്കുള്ളിൽ വേണമെങ്കിൽ 7 ഘട്ടമാക്കി നമുക്ക് തിരിച്ചാൽ മഹ്ശർ വരുന്നതിന് മുമ്പുള്ള ബർസഖി ജീവിതം, ആ ബർസഖി ജീവിതത്തിലും അല്ലാഹുവിന്റെ റസൂലിന്റെ സാന്നിധ്യം നമുക്കുണ്ട്. നബിതങ്ങളെ ഇങ്ങനെ കാണിച്ചുകൊണ്ട് മലക്കുകൾ ചോദിക്കും, മാഹാദർ റജുലുല്ലദീ ബുഇസ ഫീക്കും, നിങ്ങളിൽ നിയോഗിക്കപ്പെട്ട ഇയാളെ കുറിച്ച് നിങ്ങൾ എന്താ പറയുന്നതെന്ന് ഹബീബ് റസൂലുള്ളാഹിനെ കാണിച്ചുകൊണ്ട് നമ്മളോട് മലക്കുകൾ ചോദിക്കും. നബിതങ്ങളുടെ മഹത്വം മനസ്സിലാക്കി സാധുക്കളായ നമുക്കൊക്കെ അല്ലാഹു ഹബീബിനെ കുറിച്ച് പറയാൻ നമ്മൾ ഈ തെരഞ്ഞെടുക്കുന്ന ഇതിന്റെ ഒക്കെ ബർക്കത്തുകൊണ്ട് അത് നന്നായി പറയാനുള്ള സൗഭാഗ്യം നൽകുമാറാവട്ടെ. ഹബീബ് റസൂലുള്ളാഹിനെ ഇങ്ങനെ കാണിച്ചു തന്നിട്ട് ഈ ആളെ കുറിച്ച് നിങ്ങൾ എന്തു പറയുന്നു എന്ന് ചോദിക്കുമ്പോ, ഇത് അല്ലാഹുവിന്റെ ഹബീബാണ്, ഞങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ട റസൂലാണ്, തിന്മയിൽ നിന്ന് നന്മയിലേക്ക് ഞങ്ങളെ കൊണ്ടുവരാൻ വേണ്ടി റബ്ബ് നിയോഗിച്ച അള്ളാഹുവിന്റെയും ഞങ്ങളുടെയും ഇടയിലുള്ള മീഡിയേറ്റർ ആണെന്ന് അതാ മുഅ്മിനീങ്ങൾ ഖബറിൽ വെച്ച് പറയും. റസൂലുള്ളാഹിന്റെ സാന്നിധ്യം അവിടെ നമ്മുടെ രക്ഷക്ക് കാരണമാകും. റബ്ബ് നമുക്കതിന് തൗഫീക്ക് നൽകുമാറാവട്ടെ. അതേ സമയത്ത് റസൂലുള്ളാഹിന്റെ മഹത്വം ഊതിക്കെടുത്താൻ ശ്രമിക്കുന്നവർക്ക് ജനങ്ങൾ എന്തൊക്കെയോ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഞാനും പറഞ്ഞു എന്നല്ലാതെ കൂടുതൽ ഉപന്യസിക്കാൻ എനിക്ക് കഴിയില്ലെന്ന് പറഞ്ഞ് കൈ കഴുകേണ്ടി വരും, കൈ മലർത്തേണ്ടി വരും. റബ്ബ് കാത്തുരക്ഷിക്കുമാറാവട്ടെ. അപ്പൊ അങ്ങനെ വരുമ്പോ 5ാമത്തെ ഘട്ടം ബർസഖിന്റെ ഘട്ടം, ഖബറിലെത്തിയതിനു ശേഷം മഹ്ശർ വരുന്നതിന് മുമ്പുള്ള ഘട്ടം. ആ ഘട്ടത്തിലും അല്ലാഹുവിന്റെ റസൂലുള്ള അനുഗ്രഹമാണ്. ഇനി നിങ്ങൾ കണ്ടോ 6ാമത്തെ ഘട്ടം, മഹ്ശർ മൈതാനിയിൽ മനുഷ്യന്മാര് മുഴുവനും കൂടി നിൽക്കുന്ന ഘട്ടം. ആ ഭാഗം നമ്മൾ മുമ്പ് വിശദീകരിച്ചിട്ടുണ്ട്, ഞാൻ അതുകൊണ്ട് വിശദീകരിച്ച ആ ഭാഗത്തേക്ക് പോകുന്നില്ല. അതാ നിങ്ങൾ നോക്ക്, ആ 5ാമത്തെ ഘട്ടത്തില് അല്ലെങ്കിൽ 6ാമത്തെ ഘട്ടത്തില് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹ്ശറിൽ ഹീറോ ആണ്. അതാ സൂപ്പർ ഹീറോ ആയി റസൂലുള്ള വിലസുകയാണ്. മറ്റ് നബിമാരൊക്കെയും അള്ളാഹിനോട് ഞങ്ങൾ സംസാരിക്കാൻ എന്ന് ധൈര്യപ്പെടില്ലെന്ന് പറയുമ്പോൾ അതാ നമുക്ക് വേണ്ടി സംസാരിക്കാൻ, നമ്മുടെ ആ നിർണായകമായ ഘട്ടത്തിൽ രക്ഷിക്കാൻ വേണ്ടി വർത്തമാനം പറയാൻ ഹബീബ് റസൂലുള്ള കടന്നു വരികയാണ്. അതുകൊണ്ട് ആ 6ാമത്തെ ഘട്ടം, ആ ഘട്ടത്തിലും റസൂലുള്ളാഹിന്റെ ബെനിഫിറ്റ് നമുക്ക് ലഭിക്കുന്നു. ഇനി നിങ്ങൾ കണ്ടോ പ്രിയപ്പെട്ടവരെ, ആ വിചാരണ റസൂലുള്ളാഹിന്റെ റെക്കമെൻഡിന്റെ അടിസ്ഥാനത്തിൽ മനുഷ്യന്മാരെ സ്വർഗത്തിലേക്കോ നരകത്തിലേക്കോ നിർണയിച്ചു. ആ നിർണയം കഴിഞ്ഞതിന് ശേഷം ഹബീബ് റസൂലുള്ള അതാ സ്വർഗത്തിന്റെ വട്ടക്കണ്ണി പിടിച്ചു കുലുക്കി. ആദ്യമായി ആ സ്വർഗം ഉദ്ഘാടനം ചെയ്യുന്നത് ഞാനാണെന്ന് റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്. ആ നിലക്ക് റസൂലുള്ള സ്വർഗത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. സ്വർഗത്തിലെ ഏറ്റവും പവറുള്ള സ്ഥലത്ത് റസൂലുള്ള താമസിക്കാൻ തുടങ്ങി. എല്ലാ സൗകര്യങ്ങളും സന്തോഷങ്ങളും അനുഭവിച്ച് സ്വർഗലോകത്ത് റസൂലുള്ള താമസിക്കാൻ തുടങ്ങുമ്പോ പ്രിയപ്പെട്ട സഹോദര ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് നബിതങ്ങളുടെ ചെവിയിൽ മന്ത്രിക്കുന്നു, നബിയേ, തങ്ങളൊരു വാക്ക് പറഞ്ഞാൽ നരകത്തിൽ ശിക്ഷ അനുഭവിച്ച് കഴിയുന്ന കുറെ സാധുക്കൾക്ക് രക്ഷപ്പെടാം നബിയേ. അവര് വിശ്വാസമുള്ളവരാണ്, പക്ഷേ കർമ്മത്തിൽ വന്ന മോശം കൊണ്ട് നരകത്തിൽ ശിക്ഷിക്കപ്പെട്ട് കഴിയുകയാണ്. ആ റിമാൻഡിൽ കഴിയുന്നവരെ ജാമ്യത്തിലെടുക്കാൻ തങ്ങൾക്കല്ലാതെ കഴിയില്ല നബിയേ. തങ്ങളൊന്ന് വന്നാൽ ആ സാധുക്കൾ രക്ഷപ്പെട്ടേക്കുമെന്ന് ജിബ്രീൽ അലൈഹിസ്സലാം പറയുമ്പോൾ പ്രിയപ്പെട്ട സഹോദരാ, ഭൂമിയിൽ ജീവിച്ച 63 കൊല്ലവും അള്ളാഹിന്റെ റസൂൽ
റസൂലിനെ സംബന്ധിച്ചിടത്തോളം വല്ലാത്ത സന്തോഷത്തിൻ്റെതല്ല. പരാതികളുടെയും പരിവട്ടങ്ങളുടെയും ഇടയിൽ, പ്രശ്നങ്ങളുടെയും പ്രയാസങ്ങളുടെയും നടുവിൽ, ബുദ്ധിമുട്ടുകളുടെയും കുഴപ്പങ്ങളുടെയും ഇടയിൽ അസ്വസ്ഥമായ ജീവിതം നയിക്കേണ്ടി വന്ന റസൂലുള്ളാഹ്ക്ക് എല്ലാ പ്രശ്നങ്ങളും ഇറക്കി വെച്ച്, എല്ലാ ഭാരങ്ങളും ഇറക്കി വെച്ച് സുഖമായി സ്വർഗത്തിലെ എൻജോയ് ചെയ്യാനുള്ള സംവിധാനം റബ്ബൊരുക്കി കൊടുത്ത ഘട്ടത്തിൽ അതൊന്ന് അനുഭവിക്കാൻ തുടങ്ങുമ്പോ ജിബ്രീൽ അലൈഹിസ്സലാം സ്വർഗത്തിലെ കട്ടുറുമ്പായി വന്നിട്ട് പറയാണ്, നബിയെ തങ്ങളൊന്ന് വന്ന് പറഞ്ഞാൽ ഒരുപാട് സാധുക്കൾ രക്ഷപ്പെട്ടേക്കും. നമ്മളാണെങ്കിൽ എന്തു പറയും? കിടക്കട്ടെ, അവന്മാരവിടെ പറഞ്ഞത് കേൾക്കാത്തത് കൊണ്ടല്ലേ, ഇനി ഞാനിപ്പോ കിട്ടിയ സുഖം ഒന്ന് അനുഭവിക്കട്ടെ എന്ന് പറയില്ലേ? പക്ഷേ ഹബീബ് റസൂലുള്ള അവിടുത്തെ സുഖം മാറ്റിവെച്ചു. നേരെ അർശിന്റെ ചുവട്ടിലേക്ക് വീണ്ടും സുജൂദിൽ വീണു. പടച്ചോനെ, എനിക്ക് മതിയാവുന്നത് വരെ തരാമെന്ന് നീ എനിക്ക് നേരത്തെ പ്രോമിസ് തന്നിട്ടുള്ളതല്ലേ? എന്റെ ഉമ്മത്തിൽ പലരും നരകത്തിലെ ശിക്ഷ അനുഭവിച്ച് കഴിയുമ്പോൾ ഈ സ്വർഗത്തിലെ സൗകര്യങ്ങൾ എനിക്ക് എങ്ങനെ എൻജോയ് ചെയ്യാൻ സാധിക്കുമെന്ന് യജമാനനായ റബ്ബിനോട് വളരെ ഗൗരവത്തോടുകൂടെ റസൂലുള്ള അവതരിപ്പിക്കുമ്പോൾ നബി തങ്ങൾക്ക് അള്ളാഹു ഒരു വലിയ ഓഫർ കൊടുക്കുന്നു, അല്ലെങ്കിൽ ഒരു വലിയ അനുവാദം കൊടുക്കുന്നു. നബിയെ, തങ്ങൾക്ക് പരിചയമുള്ളവരെ ഒക്കെ നരകത്തുനിന്ന് രക്ഷപ്പെടുത്തിക്കോളൂ. അള്ളാഹിന്റെ റസൂല് നരകത്തെ വലയം ചെയ്യുകയായി, നരകത്തിലേക്ക് ഇങ്ങനെ നോക്കുകയായി. പരിചയപ്പെടാനുള്ള അല്ലെങ്കിൽ തങ്ങൾ രക്ഷപ്പെടുത്താനുള്ള യോഗ്യതകൾ എന്തൊക്കെയാണെങ്കിൽ അതിനനുസരിച്ചുള്ള പ്രത്യേക അടയാളങ്ങൾ നരകത്തിലുള്ള ഭാഗ്യക്കുറവുള്ള ആളുകൾ, എന്നാൽ ഇനി ഭാഗ്യത്തിലേക്ക് എത്താൻ പോകുന്നവർക്ക് റബ്ബ് കൊടുക്കും. അതിന്റെ അടിസ്ഥാനത്തിൽ റസൂലിനെ പിടിച്ചിങ്ങനെ കയറ്റും നരകത്തിൽ നിന്ന്. അതല്ലേ മുഅ്മിനീങ്ങളായ നമ്മൾ പറയുന്നത്, യാ റബ്ബി സ്വല്ലി അലൻ നബിയ്യി മുഹമ്മദി മുൻജിൽ ഖലായിഖി മിൻ ജഹന്നമ ഫീ ഗദി. നാളെ നരകത്തിൽ നിന്ന്, ജഹന്നമിൽ നിന്ന് സൃഷ്ടികളെ രക്ഷപ്പെടുത്തുന്ന നബിയെ, അവിടത്തേക്ക് അല്ലാഹുവിന്റെ ഗുണമുണ്ടാവട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നത് അതുകൊണ്ടാണ്. നിങ്ങൾ നോക്ക്, നരകത്തിൽ നിന്ന് റസൂലിനെ രക്ഷിക്കുമെന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ നേരത്തെ ഞാൻ പറഞ്ഞ പുതിയ കമ്പനിക്ക് അത് പിടിക്കണില്ല. റസൂലിനെ എങ്ങനെ നരകത്തിൽ നിന്ന് രക്ഷിക്കാന്നാ ചോദിക്കണത്. അതിന്റെ പരിപാടിയാണ്, പ്രാക്ടിക്കലായിട്ടുള്ള വശാണ് ഹദീസിൽ കണ്ടത്. ഇനി അപ്പൊ നിങ്ങൾ നോക്കണം, ഒരു മനുഷ്യനെ കൊണ്ട് കിട്ടുന്ന ഉപകാരത്തിന്റെ പേരിൽ നമ്മൾ സ്നേഹിക്കുന്നുവെങ്കിൽ ജീവിതത്തിന്റെ സകല ഘട്ടങ്ങളിലും ഉപകാരങ്ങൾ മാത്രം തന്ന ഹബീബ് റസൂലുള്ളാഹിനെക്കാളും നമുക്ക് സ്നേഹിക്കാൻ പറ്റിയ ഒരാൾ വേറെയില്ല. ഇത് നമ്മൾ സ്നേഹിക്കാൻ, ഒരാളെ സ്നേഹിക്കാൻ കാണുന്ന ഗുണം എന്താണ്? അദ്ദേഹത്തെ സ്നേഹിക്കാൻ കാണുന്ന ഗുണം അദ്ദേഹത്തിന്റെ പവറുകളാണ്, മഹത്വങ്ങളാണ് എന്ന് വന്നാലോ, മഹത്വങ്ങളാണ് ഒരാളെ സ്നേഹിക്കാൻ, അദ്ദേഹത്തിന്റെ പൂർണ്ണമായ ഗുണങ്ങളാണ് ഒരാളെ സ്നേഹിക്കാൻ മാനദണ്ഡമാക്കുന്നതെങ്കിലോ റസൂലുള്ളാഹിനെക്കാളും ആ വിഷയത്തിൽ പവറുള്ള ഒരാളെ ചൂണ്ടിക്കാണിക്കാൻ കഴിയുമോ? വിശദീകരിക്കാൻ നമുക്ക് സമയമല്ല. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, ഈ ലോകത്ത് ഏത് മഹത്വത്തിന്റെ മാനദണ്ഡങ്ങൾ വെച്ച് ഒരാളെ സ്നേഹിക്കുന്നുവെങ്കിലും അതെല്ലാം മേളിച്ച വ്യക്തിത്വത്തിന്റെ ഉടമയാണ് റസൂലുള്ളാഹ്. അതുകൊണ്ട് തന്നെ സഹാബത്ത് നന്നായിട്ട് സ്നേഹിച്ചു. നബിതങ്ങളുടെ ബന്ധപ്പെട്ട എല്ലാത്തിനോടും അവർക്ക് ആദരവ് തോന്നി, എല്ലാത്തിനോടും അവർക്ക് ഇഷ്ടം തോന്നി. നബിതങ്ങളുടെ മുടിയുടെ കഷ്ണങ്ങൾ കിട്ടിയവർ നിധി പോലെ അതെടുത്ത് സൂക്ഷിച്ചത് അതുകൊണ്ടാണ്. റസൂലുള്ളാഹിന്റെ നഖത്തിന്റെ കഷ്ണങ്ങൾ കിട്ടിയവർ എടുത്തു സൂക്ഷിച്ചത് അതുകൊണ്ടാണ്. അള്ളാഹുവിന്റെ ഹബീബ് റസൂലുള്ളാഹിന്റെ ചെരുപ്പ് അതെടുത്തിങ്ങനെ കൈകളിൽ രണ്ട് കക്ഷത്തിലും വെച്ച് ഇങ്ങനെ പവറോടുകൂടെ നടക്കുകയാണ് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുമാ. അള്ളാഹിന്റെ റസൂൽ എവിടെ ചെരുപ്പ് ഊരി വെച്ചാലും അത് എടുത്താണ്ട് കയ്യിൽ പിടിക്കും. സാമ്രാജ്യം കയ്യിലൊതുക്കിയ ഗമയോടുകൂടി മഹാനവറുകൾ നടക്കും. അള്ളാഹിന്റെ റസൂലിന്റെ ചെരുപ്പിനോടുള്ള ഇഷ്ടം. അതുകൊണ്ട് തന്നെ പിൽക്കാലത്ത് പല മഹാന്മാരും ആ ചെരുപ്പിന്റെ കോലം വരച്ചിട്ടുണ്ട്. ആ കോലം വരച്ച് ഹബീബ് റസൂലുള്ളാഹിനെ നമ്മളെ നബിദിന പ്രസംഗത്തിലൊക്കെ ചെറിയ കുട്ടികളൊന്നും പറയല്ലേ, എല്ലാവരും തേങ്ങ കൊടുക്കുമ്പോൾ ഞാനൊരു ചിരട്ടെങ്കിലും കൊടുക്കട്ടെ എന്ന് പറഞ്ഞ മാതിരി ആ ചെരുപ്പ് ചുമക്കാൻ പറ്റാത്തവർ അതിന്റെ കോലുണ്ടാക്കിയിട്ടുണ്ട്. എന്നിട്ടാണ് യൂസുഫ് നബഹാനി തങ്ങൾ പറഞ്ഞത്, സഈദ് ഇബ്നു മസ്ഊദിൻ ബിഖിദ്മത്തിൻ അലൈഹി വഅന സഈദു ബിഖിദ്മത്തിൻ ലിമിസാലിഹി. അല്ലാഹുവിന്റെ റസൂലിന്റെ ചെരുപ്പിന് ഖിദ്മത്ത് എടുത്തിട്ട് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു വിജയിക്കാനായി, എന്നാൽ ഞാൻ റസൂലുള്ളാഹിന്റെ ചെരുപ്പിന്റെ ഫോട്ടോ കോപ്പിക്ക് ഖിദ്മത്ത് എടുത്ത് വിജയിക്കാൻ ശ്രമിക്കുകയാണ്. നോക്കൂ നിങ്ങൾ, സാലിഹീങ്ങളുടെ സ്നേഹത്തിന്റെ കോലങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. നബി തങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാത്തിനോടും ബഹുമാനപ്പെട്ട സഹാബത്തിന് ഇഷ്ടം തോന്നി. റസൂലുള്ളാഹിന്റെ ശരീരത്തോട് തന്റെ ശരീരം ഒന്ന് ചേർന്ന് കിട്ടിയാൽ, ഒന്ന് ടച്ച് ചെയ്താൽ അതിന്റെ നരകത്തു നിന്നുള്ള രക്ഷക്ക് കാരണമാകുന്നു സഹാബത്ത് വിശ്വസിച്ചു. ഞാൻ നീട്ടുന്നില്ല, ഒരു കാര്യം മാത്രം പറഞ്ഞ് ചുരുക്കട്ടെ പ്രിയമുള്ളവരെ. നോക്കൂ നിങ്ങൾ, നമുക്കറിയാമല്ലോ കഥ, ഞാൻ നീട്ടി ആ കഥ പറയേണ്ടതില്ല. ബദർ യുദ്ധരംഗം
ബഹുമാനപ്പെട്ട റസൂലുള്ള സഹാബത്തിനെ സഫാക്കി നിർത്തുന്നു. ആ സഫാക്കി നിർത്തുന്നതിനിടക്ക് കുറച്ച് വയറ് കൂടുതലുള്ള സവാദ് റളിയല്ലാഹു അൻഹു മൂപ്പർ നേരത്തെ തന്നെ ഒരുങ്ങി നിൽക്കുകയാണ് എന്തെങ്കിലും ഒരു ഏടാകൂടം ഉണ്ടാക്കാൻ. ആ ഏടാകൂടം പക്ഷെ കുഴപ്പമുണ്ടാക്കാനല്ല, മറിച്ച് തന്റെ ഗുണത്തിനാണ്. അതുകൊണ്ട് തന്നെ മൂപ്പർ ലേശം കയറിയുന്നു. മൂപ്പർ ലേശം കയറിയുന്ന പള്ളയെ നടക്കുന്ന പറയേണ്ട അവസ്ഥയിലുള്ള വയറാണ്. അതുകൊണ്ട് മൂപ്പർ എന്താക്കി, ലേശാണ്ട് കയറിയുന്നു. റസൂലുള്ള സഫ് ഇങ്ങനെ ശരിയാക്കുമ്പോ ആ വൈക്ക് ഇങ്ങനെ എത്തിയപ്പോ എന്തങ്ങനെ കയറിയിരിക്കണേ, ശരിക്ക് നിൽക്കറിഞ്ഞ് വെറുതെ വടികൊണ്ട്, കയ്യിലുള്ള വടികൊണ്ട് വെറുതെ ഒരു തട്ട് കൊടുത്തു വയറ്റത്ത്. ആ തട്ടൻ കൊടുത്തപ്പോ ശത്രുക്കളോട് യുദ്ധം ചെയ്യാൻ വേണ്ടി കാത്തു നിൽക്കണ അണിയിൽ പാളയത്തിൽ പടാന്ന് പറഞ്ഞ പോലെ കുഴപ്പമുണ്ടാകുകയാണ്. അള്ളാന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ബഹുമാനപ്പെട്ട സവാദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബി ഇത് ശരിയല്ല, തങ്ങളെ അള്ളാഹ് ലോകത്തിന് റഹ്മത്തായിട്ട് അയച്ച ആളാണ്, ഇങ്ങനെ വെറുതെ മനുഷ്യനെ തച്ചൊതുക്കാൻ വേണ്ടി അയച്ചതല്ല. അതുകൊണ്ട് തങ്ങൾ എന്നെ തച്ചത് എനിക്ക് നന്നായിട്ട് വേദനിച്ചിട്ടുണ്ട്, എനിക്കിതൊരു പകരം ചോദിക്കണം. തല്ലിന് തല്ല്, പല്ലിന് പല്ല് എന്നാണല്ലോ ബഹുമാനപ്പെട്ട ഖുർആന്റെ തത്വം. ഇസ്ലാമിക നിയമമുള്ളിടത്തേ പറ്റുള്ളൂ, അല്ലാത്തടത്ത് നിയമം കയ്യിലെടുത്ത അഴിയെണ്ണേണ്ടി വരുന്നത് സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. മനസ്സിലായില്ലേ? അപ്പൊ പല്ലിന് പല്ല്, തല്ലിന് തല്ല് എന്നുള്ള നിലപാടുള്ള മതത്തിൽ തങ്ങൾ എന്നെ തച്ചിട്ടുണ്ടെങ്കിൽ തിരിച്ചു തല്ലാൻ എനിക്ക് അവസരം വേണം. സഹാബികൾ മുഴുവനും വിറങ്ങലിച്ച് നിൽക്കുകയാണ്. കാരണം ഒരു സഹാബിയെയും അല്ലാഹുവിന്റെ റസൂല് വിളിച്ചാൽ ഫിദാക ഉമ്മി വാബി യാ റസൂലല്ലാഹ്, അള്ളാന്റെ നബിയെ ഞാൻ മാത്രമല്ല എന്റെ ഉമ്മയെയും ഉപ്പയെയും അവിടത്തേക്ക് വേണ്ടി ദണ്ഡം തരാൻ തയ്യാറാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഹബീബ് റസൂലുള്ളാന്റെ വിളിക്ക് സഹാബികൾ ഉത്തരം ചെയ്യാറുള്ളത്. ആ നിലക്ക് ജീവനക്കാളേറെ നബി തങ്ങളെ സ്നേഹിക്കുന്ന സഹാബത്തിന് റസൂലുള്ള പതുക്കെ തന്റെ കയ്യിലുള്ള വടി കൊണ്ടൊന്ന് വയറ്റത്ത് തട്ടിയതിന് സവാദ് പകരം ചോദിക്കുന്നു എന്ന് കേട്ടപ്പോ സഹിക്കാനാവുന്നില്ല. ഇവനെന്ത് പറ്റിയെന്ന് പലരും പിറുപിറുക്കാൻ തുടങ്ങി. പക്ഷേ സവാദ് വിടുന്ന മട്ടില്ല, ഉറച്ച തീരുമാനത്തിലാണ്. എനിക്ക് പകരം ചോദിക്കണം, അത് കഴിഞ്ഞിട്ടല്ലാതെ ഇനി ഇവിടുന്ന് അങ്ങോട്ട് അനങ്ങാൻ ഞാൻ സമ്മതിക്കൂല. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിന്നു കൊടുക്കുകയാണ്. ശരി, പകരം ചോദിച്ചോ നീ, കാരണം നീ എന്റെ ഈ പ്രശ്നങ്ങളൊക്കെ വെച്ച് പരലോകത്ത് നീയുമായിട്ടുള്ള വിഷയത്തിന് നിന്നിട്ട് എന്റെ ഉമ്മത്തിനെ രക്ഷിക്കുന്നതിന് എനിക്ക് തടസ്സമുണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് നീയും ഞാനും തമ്മിലുള്ള എല്ലാ കടങ്ങളും അത് ഇവിടെ തന്നെ വെച്ച് തീർന്നോട്ടെ, നീ പകരം തച്ചോ എന്ന് പറഞ്ഞ് റസൂലുള്ള അടുത്ത് ചെന്ന് നിന്നു കൊടുത്തു. ബഹുമാനപ്പെട്ട സവാദിന്റെ ലക്ഷ്യം വേറെ ആയതുകൊണ്ട് സവാദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ ഇത് ശരിയാവൂല, തങ്ങൾ എന്റെ വയറ്റത്തടിക്കണ സമയത്ത് വടി കൊണ്ടാ തങ്ങൾ അടിച്ചത്, അതുകൊണ്ട് ആ വടിന്റെ കയ്യിൽ തരണം. അതുകൊണ്ടാ ശരി, വടിനെ പിടിച്ചോ, അടിച്ചോ. ബഹുമാനപ്പെട്ട റസൂലുള്ള പറഞ്ഞു, അടിക്കാൻ പറഞ്ഞു. പക്ഷെ സവാദ് പറഞ്ഞു, ഇതും പറ്റൂല, എനിക്ക് വടി കിട്ടിയാൽ മാത്രം പോരാ, ഞാൻ തങ്ങളിന്റെ വയറ്റത്തടിക്കുമ്പോ എന്റെ വയറ് ഫ്രീ ചെയ്യുന്നു, അഥവാ വയറ്റത്ത് വസ്ത്രങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, തങ്ങളിപ്പോ കുപ്പായക്കെട്ട് നീളക്കുപ്പായക്കെട്ട് നിൽക്കല്ലേ, അതൊക്കെ ഇട്ട് നിന്ന അടിത ആ ബാറ് ശരിക്കും കൊള്ളൂല. അപ്പൊ അതുകൊണ്ട് തങ്ങൾ കുപ്പായം മാറ്റണം, എന്നാലേ എനിക്ക് തല്ലാൻ പറ്റുള്ളൂ, അപ്പോഴേ അത് ശരിക്കും ഈക്വൽ ആവുള്ളൂ. ബഹുമാനപ്പെട്ട ഹബീബ് റസൂലുള്ള മഹാകവി മൊയ്ൻകുട്ടി വൈദ്യർ രേഖപ്പെടുത്തിയതുപോലെ നയനാർ നബി തോഹ കമീസൈ കേറ്റി നബിദ് സവാദോടിങ്കടുത്തോ തീറ്റി. സവാദിന്റെ കുപ്പായം അങ്ങ് പൊക്കിപ്പിടിച്ച് അടുത്തേക്ക് വന്ന് എന്റെ ശരീരത്തിൽ നീ അടിച്ചോ, എന്റെ വയറ്റത്തടിച്ചോ, ഖിസാസ് എടുത്തോ എന്ന് റസൂലുള്ള പറയുമ്പോ ആ മുഖത്തേക്ക് ഒരുപാട് സമയം പ്രത്യേകമായി സൗന്ദര്യമുള്ള റസൂലുള്ളാന്റെ ശരീരം, ആ ശരീര പ്രകൃതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമെന്ന നിലക്ക് അള്ളാന്റെ റസൂലിന്റെ വയറ്റത്തേക്ക് ഒരുപാട് നേരം കണ്ണിമ വെട്ടാതെ മഹാനായ സവാദ് റളിയല്ലാഹു അൻഹു നോക്കി ഇങ്ങനെ നിന്നു. ആ നോക്കി ഇങ്ങനെ കുറച്ച് സമയം നിന്നതിന് ശേഷം ഹബീബ് റസൂലുള്ളാന്റെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങിയ വടി അങ്ങ് ദൂരേക്ക് വലിച്ചെറിഞ്ഞ് ഹബീബിന്റെ ശരീരത്തിലേക്ക് ആഴ്ന്നു പിടിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട സവാദ് റളിയല്ലാഹു അൻഹു തുരുതുരാ റസൂലുള്ളാന്റെ ശരീരത്തിൽ ആ നഗ്നമായ മേനിയിൽ മുത്തം കൊടുത്തു. ഒരുപാട് മുത്തം കൊടുത്തുകൊണ്ട് പ്രശോഭിതമായ മുഖത്തോടെ, സൗന്ദര്യം വധിക്കുന്ന മുഖത്തോടെ സവാദ് റളിയല്ലാഹു അൻഹു തന്റെ ശരീരം അങ്ങ് പൊക്കി മാറ്റിയിട്ട് ഹബീബ് റസൂലുള്ളാഹിനോട് പറഞ്ഞു, അഫ്വൻ യാ റസൂലല്ലാഹ്, നബിയെ ക്ഷമിക്കണം, എന്നോട് അല്പസമയം തങ്ങളെ ഞാൻ ഉദ്യോഗത്തിന്റെ മുൾമുനയിൽ നിർത്തിയത് ഈ പാവപ്പെട്ട സവാദിന്റെ മനസ്സിലെ ഒരജണ്ട നടപ്പാക്കാൻ എങ്ങനെയാണ് ഒരു വഴി കണ്ടെത്തുക എന്ന് ആലോചിക്കുകയായിരുന്നു. തങ്ങൾക്കറിയാമല്ലോ നബിയെ, ഞാൻ ശത്രുക്കളോട് പോരാടാൻ വന്നതാണ്. ഒരു പക്ഷേ എന്റെ ഭൂമിയിലെ ജീവിതത്തിലെ ഏറ്റവും അവസാന നിമിഷങ്ങളായിരിക്കുമത്. എന്റെ ജീവിതത്തിൽ ഞാൻ ഒരുപാട് കാലമായി കൊണ്ടു നടക്കാൻ തുടങ്ങിയ ഒരു ആഗ്രഹമാണ്, എന്റെ മനസ്സിലുള്ള വല്ലാത്തൊരു സ്വപ്നമാണ്.
ആഗ്രഹമാണ് അങ്ങയുടെ ശരീരത്തിന്റെ ഭാഗങ്ങളും എന്റെ ശരീരത്തിന്റെ ഭാഗങ്ങളും അങ്ങൊന്ന് ഒട്ടിച്ചേർത്തി നിർത്തണമെന്ന്. അതിനൊരവസരം നോക്കിയിട്ട് കാണാതെ നിൽക്കുമ്പോഴാണ് തങ്ങൾ എന്റെ വയറ്റത്ത് കുത്തിയത്. ഇത് ഞാനൊരു മറയാക്കിയതാണ് നബിയേ. തങ്ങൾ എന്നെ ഇഞ്ചിഞ്ചായി കഷ്ണിച്ചാലും പകരം എന്തിനിത് ചെയ്തു എന്ന് ചോദിക്കാൻ പോലും എനിക്ക് അവകാശമില്ല നബിയേ. എന്റെ ശരീരം തങ്ങൾക്ക് വേണ്ടി ഞാൻ തരാൻ റെഡിയാണ്. ഞാൻ പ്രതികാരം ചെയ്യേണ്ടവനല്ല, തങ്ങൾ എന്തു പറഞ്ഞാലും സ്വീകരിക്കേണ്ടവനാണ്. അതുകൊണ്ട് ഹബീബേ, കുറച്ച് സമയത്തേക്ക് അങ്ങയുടെ മനസ്സിന് വല്ല മുഷിപ്പും എന്നോട് തോന്നിയെങ്കിൽ ഈ പാവപ്പെട്ട സവാദിന് ആഗ്രഹ സഫലീകരണത്തിന് മറ്റു വഴിയില്ലാതെ പോയത് കൊണ്ടാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഐ ആം റിയലി സോറി എന്ന് ബഹുമാനപ്പെട്ട ഹബീബ് റസൂലുള്ളാഹിന്റെ മുഖത്ത് നോക്കി പൊട്ടിക്കരഞ്ഞുകൊണ്ട് മഹാനായ സവാദ് റളിയല്ലാഹു അൻഹു പറയുമ്പോൾ, ഇതാണ് പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ ഉമ്മത്തിന്റെ സ്നേഹത്തിന്റെ സ്വഭാവമെങ്കിൽ ഈ ഹബീബിനോട് മനസ്സിൽ മറ്റെന്തിനേക്കാളും പവറും മറ്റെന്തിനേക്കാളും ആദരവും കാത്തു സൂക്ഷിച്ചുകൊണ്ടുള്ള ജീവിതം നമ്മൾ നയിക്കുകയും ആ ഹബീബിന്റെ പേരിൽ സ്വലാത്തുകൾ വർദ്ധിപ്പിച്ചും ഹബീബിന്റെ മഹത്വങ്ങളും അപദാനങ്ങളും ആവുന്നത്ര വാഴ്ത്തിയും നബിതങ്ങൾ ഒരു ഏറ്റവും വലിയ പവറുള്ള ഹീറോ ആയി നമ്മുടെ മനസ്സിൽ കൊണ്ടു നടക്കുകയും ചെയ്തുകൊണ്ട് ഹബീബിന്റെ സുന്നത്തുകൾ ജീവിതത്തിൽ പരമാവധി പകർത്തിക്കൊണ്ടും റസൂലുള്ള ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളിൽ നിന്ന് മാറി നിന്നുകൊണ്ടും ഈ പറഞ്ഞ എല്ലാ അർത്ഥതലങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള സ്നേഹം കൊണ്ട് വിജയിക്കാൻ നമുക്ക് സാധിക്കണം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു തങ്ങളുടെ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹത്വം കൊണ്ട് അള്ളാഹു നമ്മുടെയൊക്കെ കൽബ് നന്നാക്കി തെരുമാറാവട്ടെ. നമ്മുടെ മാതാപിതാക്കൾ, സഹോദര സഹോദരിമാർ, ഭാര്യ, മക്കൾ, കുടുംബങ്ങൾ, അയൽവാസികൾ, സുഹൃത്തുക്കൾ, പ്രസ്ഥാന ബന്ധുക്കൾ, ദുആ കൊണ്ട് ഏൽപ്പിച്ചവർ, നാം ദുആ ചെയ്യാമെന്ന് ഏറ്റെടുത്തവർ, പഠിക്കുന്ന സമയം മുതൽ ഇപ്പോഴും നമുക്ക് ഭക്ഷണം തന്നും മറ്റ് ഖിദ്മകൾ ചെയ്തു തന്നും സഹായിക്കുന്നവർ, സഹകരിക്കുന്നവർ, നാം സ്നേഹിക്കുന്നവർ, നമ്മളെ സ്നേഹിക്കുന്നവർ, അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും ഖൈറും ബറക്കത്തും നൽകുമാറാവട്ടെ.